Morning everybody, good morning. Evide poi? Welcome back to Physics Wala. Welcome back to Physics Wala. So ellavarum join cheyu, vegam join cheyu. നമുക്ക് വേഗം +2 ലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. I have more than 100 questions with me. Arjun, point. Okay, I have more than 100 questions with me. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ജോയിൻ ചെയ്ത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് തോന്നുന്നത് സമയം മാറ്റിയതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല. 10 മണിക്കായതുകൊണ്ട് ഓക്കെ. User Mithu, hi, good morning Mithu, good morning. Okay, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? മീതു മാത്രമല്ല എല്ലാവരുത്താണ് ഞാൻ ചോദിക്കുന്നത്. അയ്യോ, എൻ്റെ ഫോണിൽ തന്നെയുള്ള സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുന്നു. ഓക്കെ, വോളിയം കുറയ്ക്കട്ടെ. ഓക്കെ മക്കളെ, എല്ലാവരും ജോയിൻ ചെയ്യട്ടോ. ഒരു 1 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എനിവേ നമ്മൾക്ക് ഒരു റീനീറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. അപ്പം നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ +1 ചാപ്റ്റേഴ്സിൽ നിന്ന് സുവോളജിയുടെ കേസിൽ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇവിടെ നമ്മൾ +2 ടോപ്പിക്സിൽ നിന്ന് +2 ടോപ്പിക്സിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യൂ. പതുക്കെ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. കമോൺ, എല്ലാവരും വന്നോളൂ. ഓക്കെ, ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ കുറച്ച് പോയിന്റർ കിട്ടിയിട്ടില്ലായിരുന്നു. ആ പോയിന്റർ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, റെഡി. ഓക്കെ, സോ ജോയിൻ ചെയ്തോ? ഓക്കെ, 9 പേര് 10 പേര് പതുക്കെ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്ത ആളുകളെല്ലാം ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുക കേട്ടോ. ജസ്റ്റ് മെസ്സേജ് അയക്കുക. നോക്കട്ടെ. ഗുഡ് മോർണിംഗ് എവ്രിബഡി. വെൽക്കം ബാക്ക് ടു ഫിസിക്സ് വാല. സോ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും റെഡി ആണല്ലോ? അപ്പം നമ്മൾ ഇന്ന് +2 സുവോളജി ചാപ്റ്റേഴ്സ് 100 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ വൺസ് അഗെയിൻ വെൽക്കം. നമ്മൾ കുറേ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങളെ പ്രത്യേകിച്ച് വെൽക്കം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ഇത് നിങ്ങളുടെയും ചാനലായി കഴിഞ്ഞു, നിങ്ങളുടെയും പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളെ ഞാൻ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ എനിവേ, ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യം പറയാണ്. ഓക്കെ, ഇഷ ഹായ് ട്ടോ. ഹായ് ഇഷ, ഗുഡ് മോർണിംഗ്. അപ്പം നിങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യം പറയാണ്. നമ്മളുടെ നോട്ട്സ് എല്ലാം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നീറ്റിൻ്റെ നോട്ട്സ് എല്ലാം നമ്മൾക്ക് വാട്സപ്പ് ചാനൽ ത്രൂ അവൈലബിൾ ആയിരിക്കും. ഫിസിക്സ് വാല നീറ്റ് വാട്സപ്പ് ചാനൽ ത്രൂ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്കാനർ ഉപയോഗിച്ചോ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചോ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഫിസിക്സ് വാലയുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് എല്ലാം കിട്ടുന്നതാണ്. സോ ഫിസിക്സ് വാലയുടെ ആപ്പിൽ നിങ്ങൾക്ക് ആപ്പ് ത്രൂ നോട്ട്സ് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്കാനറോ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കോ ഉപയോഗിക്കാവുന്നതാണ്. ഫൈൻ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഏത് ചാപ്റ്റർ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയോ? വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. നമ്മളുടെ ജെനറ്റിക്സ് 1 എന്നറിയപ്പെടുന്ന ചാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെയ്മർ ജൂനിയർ, ഹായ് മിസ്, ഗുഡ് മോർണിംഗ് നെയ്മർ. ഓക്കെ, ഇപ്പം ഇനി വരാൻ പോകുന്നത് നെയ്മറിൻ്റെ സീസൺ ആണല്ലോ അല്ലേ? നെയ്മറിൻ്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, സോ എനിവേ ഗുഡ് മോർണിംഗ് എവ്രിബഡി.
അപ്പോൾ RE-NEET എക്സാമിനേഷൻ നമുക്ക് പൊളിക്കണം. നമ്മൾ ഇന്നൊരു ഗുഡ് മോർണിംഗ് ആണ്. രാവിലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു നെഗറ്റീവ് തോട്ട്സും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി നമ്മളുടെ ഗോൾസ്, നമ്മളുടെ ലക്ഷ്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കി അതിനുവേണ്ടി മാത്രം ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറാൻ പോവുകയാണ്. ബാക്കി ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടോ. നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കും, പല രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സും ഉണ്ടായിരിക്കും. എല്ലാം നമ്മൾ ഒഴിവാക്കുന്നു. നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളാണ് മുൻപിലുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് സെലക്റ്റഡ് ബൈ മെന്റൽ വർ. അതായത് മെന്റൽ സെലക്ട് ചെയ്ത കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മെന്റൽ സെലക്ട് ചെയ്ത കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് സ്മൂത്ത് ഓർ റിങ്കിൾഡ്, യെല്ലോ ഓർ ഗ്രീൻ സീഡ്, സ്മൂത്ത് ഓർ ഇൻഫ്ലേറ്റഡ് പോട്ട്സ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യണം. നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്, ഞാനല്ല. ഓക്കെ, സോ ആൻസർ ചെയ്തോളൂ. ഇതിൽ മെന്റൽ സെലക്ട് ചെയ്ത ട്രേറ്റ്സ് ഏതൊക്കെയാണ്? സ്മൂത്ത് ഓർ റിങ്കിൾഡ് സീഡാണ് ഇവിടെ. സ്മൂത്ത് ഓർ റിങ്കിൾഡ്, യെല്ലോ ഓർ ഗ്രീൻ, സ്മൂത്ത് ഓർ ഇൻഫ്ലേറ്റഡ്, ഓൾ ഓഫ് ദീസ്. പ്ലീസ് ആൻസർ. യെസ്, ഓക്കെ. ഹക്സൂഫ് ആൻസർ ചെയ്തിട്ടുണ്ട്. ആഹാ, ബിയും ടൂവും എല്ലാം ഉണ്ടല്ലോ. ബിയും ടൂ എല്ലാം ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആർ യു ഷുവർ? ബി ആണോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിന്റെ ആൻസർ പറയുന്നില്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഹോംവർക്ക് ഇരിക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഹോംവർക്ക് ഇരിക്കട്ടെ. ഇതിൻ്റെ മാത്രം, ബാക്കിയെല്ലാം പറയും. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു. ഞാനതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ആൻസർ റിവീൽ ചെയ്യും. ഓക്കെ, അപ്പം ഇതിന് ശേഷം ലൈവിന് ശേഷം ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ആൻസർ എന്താ ചെയ്യുക? വെറുതെ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ പോരാ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ആ കമൻറ്റ് ബോക്സിൽ ഞാൻ വന്നിട്ടത് കറക്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഇവിടെ എല്ലാവരും ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ആൻസർ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇത് മാത്രമേ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ഇവിടുന്ന് തന്നെ ചെയ്യും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മളുടെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് 7 ക്യാരക്ടേഴ്സ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് വെച്ചിട്ട് 14 ട്രേറ്റ്സ് ഉണ്ട് നമുക്കറിയാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി കോഡ്സ് ഗിവൻ ബിലോ. ഓക്കെ, മാത്സ് ഫോളോയിങ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ഫോളോയിങ്. സോ ജനറ്റിക്സ്, ഇൻഹെറിറ്റൻസ്, വേരിയേഷൻ, മെന്റൽ. ഇപ്പോഴത്തെ കോളത്തിൽ നോക്കൂ, പ്രോസസ് ഓഫ് പാസിംഗ് ക്യാരക്ടേഴ്സ് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിംഗ്, laws of inheritance, a branch of biology, degree of difference of progeny from their parents. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും റാൻഡം ആയിട്ട് 1-2 മാച്ച് ചെയ്ത് അപ്പുറത്തെ ഓപ്ഷനിൽ പോയിട്ട് അപ്പോഴത്തേക്ക് ആൻസർ കിട്ടിയോ എന്ന് നോക്കുക. ഫുൾ ഇങ്ങനെ 1 by 1 ആയിട്ട് എല്ലാ ഓപ്ഷനും ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കാതെ. ഓക്കെ, സോ വേഗം ചെയ്തോളൂ. ഇതാണ് നമ്മളുടെ ആൻസർ കീ കേട്ടോ. ഈ 4 ആയിരിക്കും ഓപ്ഷൻസ്. സോ ഇവിടെയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. എങ്ങനെ മാച്ച് ചെയ്യാം? നമുക്ക് ചുമ്മാ ജനറ്റിക്സ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ? ദാറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് ബയോളജി, റൈറ്റ്? ഓക്കെ, ജനറ്റിക്സ് ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ്. അപ്പം നമുക്ക് ഓൾറെഡി കിട്ടി എ എന്ന് പറയുന്നത് 3 ആണ് എന്ന് കിട്ടി. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമാണ്. പേരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്സിലേക്ക് ക്യാരക്ടേഴ്സ് പാസ് ആകുന്നതാണ്. സോ ബി 1 ആണ്. ഇനി വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ആണ്. സോ സി 4 ആണ്. ആൻഡ് മെന്റൽ എന്ന് പറയുന്നത് എന്താണ്? ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്ത ആളാണ്. സോ D2. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫുൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ റാൻഡം ആയിട്ട് ജസ്റ്റ് 1-2 നോക്കിയാൽ മതി. നമുക്ക് ബിയും സിയും എടുത്ത് നോക്കാം. B1 ആൻഡ് C4 അത് വെച്ച് ആൻസർ കിട്ടുമോ നോക്കാം. B1 ആൻഡ് C4 ഞാൻ റാൻഡം ആയിട്ട് എടുത്തു കേട്ടോ. ജസ്റ്റ് 2 നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എന്ന് കിട്ടി. യെസ്, ഓൾ ഓഫ് യു ഗോട്ട് ദി റൈറ്റ് ആൻസേഴ്സ്. ഓക്കെ, നവ്യ, നജീം, ഹൃദ്യ, ഹക്സു, എല്ലാവരുടെയും കറക്റ്റ് ആൻസേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇൻ എ മാരേജ് ബിറ്റ്വീൻ മെയിൽ വിത്ത്, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. ഇൻ എ മാരേജ് ബിറ്റ്വീൻ മെയിൽ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ
and a female with a blood group B. The progeny had either blood group AB or B. Okay, what could be the possible genotype of the parents? Okay, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല പേരൻസ് ആണെങ്കിലും ഓഫ്സ്പ്രിങ്സ് ആണെങ്കിലും ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ ആക്ച്വലി ഫൈൻഡ് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങൾ എന്താ പറയുക, വാട്ട് കുഡ് ബി ദ പോസിബിൾ ജീനോടൈപ്പ് ഓഫ് ദ പേരൻസ്. പേരൻസിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീനോടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഫ്സ്പ്രിങ്സിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ച് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ചെയ്തോളൂ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിലും ഭേദം കുറച്ചുകൂടി ഈസി നമ്മളിത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യൂ, പ്ലീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത് എ ബി ആണല്ലേ. ഓഫ്സ്പ്രിങ് എ ബി എന്ന് പറയുമ്പോൾ ഒരു പേരന്റ് ഉറപ്പായിട്ടും എ ആയിരിക്കണം, അടുത്ത പേരന്റ് ഉറപ്പായിട്ടും ബി ആയിരിക്കണം. റൈറ്റ്, ഓക്കെ ആണല്ലോ, ഇത് ഷുവറാണ്. അപ്പോൾ ഇപ്പുറത്ത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ആൻഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബി കിട്ടാൻ സാധ്യതയുണ്ട് എന്നല്ലേ. അപ്പോൾ ബി കിട്ടാൻ സാധ്യത എന്ന് പറയുമ്പോൾ ബി ഉള്ള കുട്ടിയുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബി ബി ആയിരിക്കും അല്ലെങ്കിൽ ബി ഐ ആയിരിക്കും അല്ലേ. ഓക്കെ, ബി ബി ആകാൻ സാധ്യതയില്ല, കാരണം ഇവിടെയും ബി വേണം അല്ലേ, രണ്ടിടത്തും ബി വേണം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പേരന്റ് എ ബി ആയി പോവും. സോ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പോൾ കുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഹെട്രോസൈഗസ് ആകാനാണ് സാധ്യത കൂടുതൽ, ബി ഐ ആകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ്, കാരണം ഇവിടെ എയും ഇവിടെ ബിയും വരികയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഓക്കെ ആണ് അല്ലേ. സോ ജസ്റ്റ് ഇനി നമുക്കത് ഫുള്ളായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഒരു പാരന്റ് എന്ന് പറയുന്നത് എ ഐ, അടുത്ത പാരന്റ് എന്ന് പറഞ്ഞാൽ ബി ബി ആണെങ്കിൽ ജസ്റ്റ് അവരുടെ ജീനോടൈപ്പ് നോക്കുക. എ ബി ബി ബി. ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആണല്ലേ. ഓക്കെ, ഹായ് കീർത്തന. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇത് സെറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ക്ലിയർ ആയോ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇനി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് ഒന്ന് പറയാമോ? കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ക്ലിയർ ആയോ? യെസ്, ബി നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ആണോ? സർവോദയ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പക്ഷെ ഇത് സ്വന്തമായി ചെയ്തതാണോ, ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ ആൻസറിലേക്ക് എത്തിയതാണോ? അപ്പം നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. കീർത്തന ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. കോളം 1 ഡോമിനൻസ്, കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആൻഡ് പ്ലിയോട്രോപ്പി. ഇപ്പുറത്തെ കോളം 2 ABO ബ്ലഡ് ഗ്രൂപ്പ്, appearance of pink flowers in snapdragon in F1 generation, starch synthesis in pea seeds, appearance of violet flowers in F1 generation in garden pea. Just match ചെയ്യാമോ? മാച്ച് ചെയ്യാമോ? മാച്ച് ചെയ്യൂ. ഇപ്പുറത്ത് ഓപ്ഷൻസ് ഉണ്ട്. ദിസ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ നോക്കിക്കോ. ആൻഡ് ഇത് മാച്ച് ചെയ്തോളൂ. ഡോമിനൻസ്, കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പ്ലിയോട്രോപ്പി. വേഗം മാച്ച് ചെയ്യണം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് രണ്ടെണ്ണം. ഞാൻ കോഡോമിനൻസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മാത്രം ഒന്ന് മാച്ച് ചെയ്ത് നോക്കുന്നു കേട്ടോ. അപ്പൊ കോഡോമിനൻസിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് അല്ലേ. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഏതാണ്? സ്നാപ്ഡ്രാഗൺ. ഓക്കെ, അപ്പം B1 and C2 എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം മാത്രം ചെയ്ത് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. B1 and C2 ചിലപ്പോൾ ഫ്ലോപ്പ് ആവുമേ. B1 and C2. യെസ്, B1 and C2 ഇവിടെ കറക്റ്റ് ആണ്. അപ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടി. A4 and D3 ആണോ എന്നൊന്ന് കൺഫേം ചെയ്യാം.
A4 yes dominance ആണ് violet flowers F1 ജനറേഷനിൽ വന്നത് പ്ലിയോട്രോപ്പി സ്റ്റാർച്ച് സിന്തസിസ് എക്സാമ്പിൾ ആണ് ഓക്കെ സോ അപ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ മാച്ച് ഫോളോയിങ് യെസ് കറക്റ്റ് ആണ് ഹൃദ്യ നവ്യ സർവോദയ കീർത്തന യു ഗോട്ട് ദി റൈറ്റ് ആൻസേഴ്സ് ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ choose the incorrect statement from the following about പ്ലിയോട്രോപ്പി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് അല്ല ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നോക്കിക്കോ ഇൻ പ്ലിയോട്രോപ്പി a single gene produce more than one effect പ്ലിയോട്രോപ്പിയിൽ ഒരു ജീൻ more than one effect starch synthesis in pea plants is controlled by one gene pea seeds having capital B genotype produce small starch grains small b homozygotes of pea produce wrinkled seeds simple question direct question incorrect statement identify cheya find the incorrect statement identify cheya okay Hridya okay Navya then കീർത്തന ഫുൾ ഗേൾസ് ആണല്ലോ ബോയ്സിനെ ആരെയും കാണാനില്ലല്ലോ എല്ലാം ഗേൾസ് ആണല്ലോ നീറ്റ് ആസ്പിറൻസ് ഫുൾ ഗേൾസാ ബോയ്സ് ഇല്ല ബോയ്സിന് ഡോക്ടേഴ്സ് ആവണ്ട ഓൺലി ഗേൾസ് വാണ്ട് ടു ബിക്കം ഡോക്ടേഴ്സ് ഓക്കെ സോ പ്ലിയോട്രോപ്പി ഒരു ജീൻ മോർ ദാൻ വൺ ഇഫക്റ്റ് പോളിജനി ആണെങ്കിൽ മെനി ജീൻ കൺട്രോളിങ് വൺ ക്യാരക്ടർ അല്ലേ അപ്പോൾ സ്റ്റാർച്ച് സിന്തസിസ് അതിൻ്റെ എക്സാമ്പിൾ ആണ് സോ ഓൺലി കൺട്രോൾഡ് ബൈ വൺ ജീൻ ഓക്കെ ഇനിയിപ്പം ക്യാപിറ്റൽ ബി എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻ അല്ല ലാർജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ദിസ് ഇസ് ഇൻകറക്റ്റ് സ്മോൾ ബി എന്ന് പറയുന്നത് റിങ്കിൾഡ് സീഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ആൻസർ ഇസ് ഓപ്ഷൻ സി കറക്റ്റ് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കോ ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മെൻഡൽസ് മോണോഹൈബ്രിഡ് ക്രോസ് ഓക്കെ അഗെയിൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് മെൻഡലിന്റെ മോണോഹൈബ്രിഡ് ക്രോസ് അതായത് പേരൻസിനെ ക്രോസ് ചെയ്തു F1 കിട്ടി രണ്ടും ടോൾ ആയിരുന്നു F2 കിട്ടി 3:1 റേഷ്യോയിൽ ടോളും ഡ്വാഫും കിട്ടി ഓക്കെ സെയിം ക്രോസ് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ റെസസീവ് പേരന്റൽ ട്രേറ്റ് is expressed without any blending in F2 generation എന്താണ് recessive parental trait is expressed without blending in F2 generation. The alleles of parental pair segregate from each other and both alleles are transmitted to a gamete. The segregation of alleles is a random process. There is a 50% chance of a gamete containing either allele. Okay. ഇതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ കറക്റ്റ് അല്ല ഇൻകറക്റ്റ് മാറിപ്പോകരുത് The recessive parental trait is expressed without any blending in F2 generation. Okay, ഇവിടുത്തെ recessive F2 ഒരു ബ്ലെൻഡിങ്ങും ഇല്ലാതെ പ്രത്യക്ഷപ്പെട്ടു യെസ് കറക്റ്റ് ആണ് The alleles of parental pair segregate from each other and both alleles are transmitted to a gamete. ഒരൊറ്റ ഗമീറ്റിലേക്ക് നോക്കൂ ഇവിടെ ക്യാപിറ്റൽ ഡി സ്മോൾ ടി ഉണ്ട് പക്ഷേ ഈ രണ്ട് ഗമീറ്റ്സും ഫോം ചെയ്ത സെയിം അലീലിലേക്ക് ഇങ്ങനെ ഫോം ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ ദ സെഗ്രിഗേഷൻ ഓഫ് അലീൽസ് ഇസ് എ റാൻഡം പ്രോസസ് അതായത് റാൻഡം ആണ് ഒരു ഡയറക്ഷണൽ ആയിട്ട് ഇങ്ങനെ തന്നെ എന്ന രീതിയിൽ പെർട്ടിക്കുലർ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണോ നമ്മളുടെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് അല്ല ഇറ്റ്സ് എ റാൻഡം പ്രോസസ് ഓക്കെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടോ ആരും ആൻസർ ചെയ്തിട്ടില്ല there is a 50% chance of a gamete containing either alleles അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ രണ്ട് അലീലിലും ഓരോരുത്തരും വരാനുള്ള ചാൻസ് 50-50 ആണ് 50% ആണ് ട്രൂ അപ്പോൾ ആൻസർ ചെയ്താ വരാ മോശമാണേ ആൻസർ കിട്ടിയിട്ടില്ലേ ഒരാളും ആൻസർ ചെയ്തിട്ടില്ല എന്തെങ്കിലും ലാഗാണോ മോശമാണോ ഇപ്പോഴാണ് ആൻസർ വരുന്നത് ഡിയാ അതെങ്ങനെയാണ് നവ്യ ഡി വന്നേ ബി അല്ലേ നോക്ക് alleles of a parental pair segregate from each other and both alleles are transmitted to a gamete ഒരൊറ്റ ഗമീറ്റിലേക്ക് രണ്ട് അലീലും കൂടെ വരുമോ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടെ ഒരുമിച്ച് ഒരു അലീലിലേക്ക് വരുമോ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി അല്ലേ ഇത് തെറ്റല്ലേ ഇതല്ലേ ശരി ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ ബി അല്ലേ ആൻസർ വരാ ദിസ് ഇസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബി ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഓക്കെ ആണോ നോക്കണേ ഓക്കെ ആണോ
ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ മക്കളെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യേ, ദ തേർഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ്ഡ് ബൈ മെന്റൽ ഈസ്. യെസ്, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ മെന്റൽ പ്രപ്പോസ് ചെയ്ത മൂന്നാമത്തെ ലോ, ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ലോ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇതിലേതാണ് മെന്റൽ പ്രപ്പോസ് ചെയ്ത മെന്റലിന്റെ മൂന്നാമത്തെ ലോ? മെന്റൽസ് തേർഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. മെന്റൽസ് തേർഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഞാൻ പറയില്ല, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറയില്ല. ഓക്കെ ഓക്കെ, തരുൺ, സർവോദയ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, റൈറ്റ്? ഓക്കെ, ഇതാണ് മെന്റലിലെ തേർഡ് ലോ ഓഫ് ഡോമിനൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, among the following, ഈ തന്നിരിക്കുന്നതിൽ who noted the behavior of chromosome was parallel to the behavior of genes? ക്രോമസോമും ജീനും വളരെ പാരലൽ ആയിട്ട്, പരസ്പരം പാരലൽ ആയിട്ട് മൂവ് ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു എന്ന് ആരാണ് പ്രപ്പോസ് ചെയ്തത്? വാൾട്ടർ സ്യൂട്ടൻ, തിയോഡർ ബൊവേരി, വോൺ ഷെർമാർക്ക്, ബോത്ത് എ ആൻഡ് ബി. വേഗം വേഗം, എല്ലാം സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യണം. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ആൻസർ ഇല്ലേ? യെസ്, ബോത്ത് എ ആൻഡ് ബി. വാട്ടർ സ്യൂട്ടനും തിയോഡർ ബൊവേരിയും കൂടെ ഒരുമിച്ചാണ് ക്രോമസോംസിന്റെയും ജീനിന്റെയും പാരലൽ മൂവ്മെന്റിനെ കുറിച്ച് പ്രപ്പോസ് ചെയ്തത്. ഫൈൻ. അടുത്ത ചോദ്യം, when two genes are located on the same chromosome, ഒരൊറ്റ ക്രോമസോമിലാണ് രണ്ട് ജീനുകൾ ഇരിക്കുന്നത്, the proportion of parental gene combinations, അതായത് ഇത് പേരന്റൽ ജീനാണ്, പേരന്റൽ കോമ്പിനേഷൻ ആണ്, ഇത് പാരന്റിൽ ഇവർ രണ്ടും ഒരുമിച്ചാണ് ഇരുന്നത് പാരന്റൽ ക്രോമസോമിൽ. അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ പാരന്റൽ കോമ്പിനേഷൻ വരാൻ സാധ്യത കൂടുതലാണോ കുറവാണോ? പ്രൊപ്പോർഷൻ ഓഫ് പാരന്റൽ ജീൻ കോമ്പിനേഷൻ ഇസ് higher than non-parental, lower than non-parental, equal to non-parental, none of this. പാരന്റൽ അല്ലാത്ത പുതിയ കോമ്പിനേഷനേക്കാൾ കൂടുതൽ ഇവർ വരാനാണോ കുറവ് വരാനാണോ ഒരേപോലെ വരാനാണോ ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ none of these ആണോ? യെസ്, ആൻസർ എന്ന് പറയുന്നത് എന്താ? ഗുഡ് മോർണിംഗ് ആരാധ്യ, ഗുഡ് മോർണിംഗ് തരുൺ. എനിക്കതിലൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. തരുണിന്റെ ആൻസറിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ? എ പറയുന്നു, കീർത്തന എ പറയുന്നു. തരുണിന്റെ ആൻസറിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഹൃദയ ഓക്കെ. അപ്പൊ തരുൺ ശ്രദ്ധിക്കുക, ആൻസർ എ ആണ്. ഇത് പാരന്റൽ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പം ജീൻ എന്ന് പറയുന്നത് സെയിം ക്രോമസോമിലാണ്, അതായത് ഈ ക്രോമസോമിൽ തന്നെ രണ്ട് ജീൻസും ലൊക്കേറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താണ്? സെഗ്രിഗേഷനുള്ള ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ നോക്ക്, when two genes are located on the same chromosome, ഒരിടത്ത് തന്നെയാണ് അവന് പ്രസന്റ് ആയിരിക്കുന്നത്, അപ്പം പ്രൊപ്പോർഷൻ ഓഫ് പാരന്റൽ കോമ്പിനേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇവർ രണ്ടുപേരും രണ്ട് ക്രോമസോമിലായിരുന്നെങ്കിൽ അവർ തമ്മിൽ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നോൺ പാരന്റൽ കോമ്പിനേഷൻ വരാൻ ചാൻസ് കൂടുതലായിരുന്നു. അവിടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കുറച്ചുകൂടെ നടക്കുമായിരുന്നു. ഇവിടെ ലിങ്കേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ലിങ്ക് ചെയ്ത് പാരന്റൽ ടൈപ്പ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, യെസ്, കറക്റ്റ്. തരുണ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ തരുൺ പറയുക, നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ X0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഹൂ ഡസ് പ്രപ്പോസ് ദ എക്സ് ക്രോമസോം? ഓക്കെ, X0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, X0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. അതിൽ ആരാണ് ഹൂ ഡസ് പ്രപ്പോസ് ദ എക്സ് ക്രോമസോം? ഹൂ ഡസ് പൊസസ്? ഓക്കെ, പ്രപ്പോസ് അല്ല, പൊസസ്. ആരാണ് ഈ എക്സ് ക്രോമസോമിനെ വഹിക്കുന്നത്? ഇപ്പം നമ്മളുടെ കേസിൽ, ഹ്യൂമൻസിന്റെ കേസിൽ എക്സും വൈയും പറയുകയാണെങ്കിൽ വൈ മെയിലിലാണല്ലോ ഉള്ളത്. ഓക്കെ, വൈ മെയിലിലാണ് ഉള്ളത്. അപ്പൊ X0 ടൈപ്പില് എക്സ് മെയിലാണോ ഫീമെയിലാണോ പ്രസന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽ, മെയിൽ, സംടൈംസ് ഫീമെയിൽ, സംടൈംസ് മെയിൽ, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി പറയുന്നു, സംടൈംസ് ഫീമെയിൽ ആൻഡ് സംടൈംസ് മെയിലാ. എന്തുവാടേ ഇത്? ആരാ നിങ്ങളിങ്ങനെ പഠിപ്പിച്ചേ? നിങ്ങൾ ആരാ ഇങ്ങനെ പഠിപ്പിച്ചേ? ആരാ ഇങ്ങനെ പഠിപ്പിച്ചേ? ആരാ ഇങ്ങനെ പഠിപ്പിച്ചേ? ആരാണ് മക്കളെ ഇങ്ങനെ പഠിപ്പിച്ചേ?
ഓക്കെ, ഷുവർ ആണോ ആൻസർ? ആൻസർ ഷുവർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കുക, ആൻസർ ഷുവർ ആണോ? ആൻസർ ഷുവർ ആണോ? എ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. ഓക്കെ, എയും പറയുന്നുണ്ട്, സിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണുള്ളത്. എക്സ് എക്സ്, എക്സ് വൈ, ഓക്കെ, സെഡ് സെഡ്, സെഡ് ഡബ്ല്യു, ഓക്കെ, ആൻഡ് എക്സ് എക്സ്, എക്സ് സീറോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ഡി യു ഉണ്ടോ? നൺ ഓഫ് ദീസ്. ഓക്കെ, വാവ്. ബി ആർക്കെങ്കിലും ഉണ്ടോ? മെയിലാണെന്ന് പറയാനുണ്ടോ? നോക്ക്, ഹ്യൂമൻസിന്റെ കേസിൽ വൈ ക്രോമസോം ആരാ ക്യാരി ചെയ്യുന്നത്? വൈ ക്രോമസോം മെയിൽ ആണ് ക്യാരി ചെയ്യുക അല്ലേ? ഇൻ എക്സ് സീറോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഹൂ ഡസ് പൊസസ് ദ എക്സ് ക്രോമസോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് എക്സ് ക്രോമസോമിനെ പൊസസ് ചെയ്യുന്നത്? ഹൂ ഡസ് പൊസസ് ദ എക്സ് ക്രോമസോം. അപ്പം എക്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് എക്സ്, എക്സ് വൈ എന്ന് പറയുമ്പോൾ ഹ്യൂമൻസിന്റെ കേസിൽ എക്സ് ക്രോമസോം ആരാ പൊസസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. നൺ ഓഫ് ദീസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതേപോലെ തന്നെ സെഡ് സെഡ്, സെഡ് ഡബ്ല്യു ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വൈയുടെയും ഡബ്ല്യുവിൻ്റെയും മോയിൻ്റെയും കേസ് ചോദിക്കാം അല്ലേ? കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇവിടെ വൈ ക്രോമസോം മെയിൽ ആണ് പൊസസ് ചെയ്യുന്നതെങ്കിൽ ഡബ്ല്യൂടെ ആരാ പൊസസ് ചെയ്യുക? ഡബ്ല്യൂടെ ഫീമെയിൽ ആണ് പൊസസ് ചെയ്യുക. ഇവിടെ 0 ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൽ ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? പക്ഷെ നമുക്ക് ഇവിടെ ഈ ഒരു ആൻസർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മെയിൽ അല്ല എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഫീമെയിൽ ആണ്, സംടൈംസ് മെയിൽ സംടൈംസ് ഫീമെയിൽ എന്നതാണ് നമുക്ക് കൺഫ്യൂഷൻ. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ എക്സ് ക്രോമസോമിനെ ആരാണ് പൊസസ് ചെയ്യുന്നത് എന്നാണ്. എക്സ് ക്രോമസോമിനെ രണ്ടുപേരും പൊസസ് ചെയ്യുന്നില്ലേ? രണ്ടുപേരും പൊസസ് ചെയ്യുന്നില്ലേ? രണ്ടുപേരും പൊസസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, എ ഓപ്ഷൻ ഓൺലി എന്ന് കൺഫേം ചെയ്ത് പറയുന്നുണ്ട്. ഈ ഓപ്ഷൻ ഓൺലി എന്ന് കൺഫേം ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ്. ഒറ്റ സെക്കൻഡേ, നിങ്ങൾക്ക് ഇത്രയും കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു മിനിറ്റ്. ഒറ്റ സെക്കൻഡേ, ഒന്ന് വെള്ളം കുടിക്കട്ടെ. എയും സിയും ഡിയും എല്ലാം വന്നതുകൊണ്ടാണ്. കീർത്തന എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ ഒള്ളി എന്ന് പറയുന്നത്? ഫീമെയിൽസ് മാത്രമേ പൊസസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ആലോചിക്കുക, കീർത്തന മാത്രമല്ല കേട്ടോ. ഓക്കെ, ഇതാ വന്നു. എന്താണ് കീർത്തന അങ്ങനെ പറയുന്നത്? എന്താണ് കീർത്തന അങ്ങനെ പറയുന്നത്? നോക്ക്, ഭയങ്കര സിമ്പിൾ അല്ലേ? ഗുഡ് മോർണിംഗ് അനന്യ. എടാ ശ്രദ്ധിച്ചു നോക്ക്, വൈ എന്ന് പറയുന്നത് മെയിൽസ് മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ, ഡബ്ല്യു എന്ന് പറയുന്ന ഫീമെയിലെ ക്യാരി ചെയ്യുന്നുള്ളൂ, അതേപോലെ 0 എന്ന് പറയുന്നത് മെയിലെ ക്യാരി ചെയ്യുന്നുള്ളൂ. പക്ഷേ ഫീമെയിൽസ് ഈ കേസിൽ 2 എക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്നു, മെയിൽ ഈ കേസിൽ 1 എക്സ് ക്രോമസോം പൊസസ് ചെയ്യുന്നു. ശരിയല്ലേ? മെയിലിന് എക്സും ഉണ്ട് 0യും ഉണ്ട്, എക്സ് ഇല്ല എന്നില്ല. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ബേർഡ്സിന്റെ കേസ് ആണെങ്കിൽ മെയിൽസിന് 2 സെഡ്, ഫീമെയിൽ എന്ന് പറയുമ്പോൾ 1 സെഡും 1 ഡബ്ല്യൂയും അല്ലേ? മനുഷ്യന്മാരുടെ കേസ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതേ രീതിയിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇൻ എക്സ് വൈ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഹൂ ഡസ് പൊസസ് ദ എക്സ് ക്രോമസോം, അവിടെ ഫീമെയിൽസ് ഓൺലി എന്ന് പറയാൻ പറ്റുമോ? ഫീമെയിൽസ് പൊസസ് എക്സ് ക്രോമസോം എന്ന് പറയാൻ പറ്റുമോ? മെയിലിന്റെ എക്സ് വൈയിലെ എക്സ് എന്താ മണ്ടനോ? എക്സ് എന്താ മണ്ടനാണോ?
ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഓപ്ഷൻ സി കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം മോർ അപ്രോപ്രിയേറ്റ് ആൻസർ സംടൈംസ് എന്നുള്ളതാണ് പ്രശ്നം. ആക്ച്വലി മെയിൽ ആൻഡ് ഫീമെയിൽ എന്നത് മോർ അപ്രോപ്രിയേറ്റ് ആൻസർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഓപ്ഷൻ സി കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, സംടൈംസ് എന്നത് ഞാൻ കട്ട് ചെയ്തു, മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ എന്നതാണ് റൈറ്റ് ആൻസർ. റൈറ്റ്, ഇത് സംടൈംസ് എന്നുള്ളത് ഓപ്ഷനിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, ഓപ്ഷൻ സി കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അണ്ടർസ്റ്റുഡ്, ഫൈൻ ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. അപ്പം ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, XY ടൈപ്പ് ഓഫ് ഹായ് തരുൺ, അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അഗെയിൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഹാവ് സെയിം നമ്പർ ഓഫ് ക്രോമസോം. പറയുന്നു XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷനിലും മെയിൽസിലും ഫീമെയിൽസിലും സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആണ്. The counterpart of X chromosome is distinctly smaller and called Y chromosome. X ന്റെ counterpart എന്ന് പറഞ്ഞാൽ Y ആണ്, ചെറുതാണ്. Males and females possess different number of autosomes. Males and females autosomes ന്റെ number different ആണ്. This type of sex determination found in Drosophila. Drosophila ഈ പറഞ്ഞ XY type of sex determination ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻസർ പറയൂ. ആൻസർ ഓക്കെ, തരുൺ സി പറഞ്ഞു. ഓക്കെ, ഇതെല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. യെസ്, റൈറ്റ് ആണ്, സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം എന്താ, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് പോസസ് ഡിഫറെന്റ് നമ്പർ ഓഫ് ക്രോമസോംസ് അല്ല, മെയിൽസിലും ഫീമെയിൽസും നമ്പർ ഓഫ് ക്രോമസോംസ് 23 പേരാണ്, സെയിം ആണ്, എല്ലാം സെയിം ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, യെസ് സി ഓൾ ഓഫ് യു ഗോട്ട് ദ റൈറ്റ് ആൻസർ. റയാൻ, സർവോദയ, അനന്യ, നവ്യ, ഹൃദയ, തരുൺ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ പിക്ചർ നോക്കിക്കോളുക, നമ്മുടെ ബുക്കിലുള്ള അതേ പിക്ചറാണ്. അപ്പം വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, റിഫർ ടു ദ ഗിവൻ ഫിഗർ. ഇറ്റ് ഈസ് ഷോയിങ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ്. ഈ ഒരു ഫീച്ചേഴ്സ് എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്? ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, Klinefelter syndrome, none of these. ഏതാണ് ആൻസർ? ഹായ് നവ്യ. ഓക്കെ, വെരി ഫാസ്റ്റ്, സിമ്പിൾ ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസർ വരുന്നുണ്ടല്ലോ. ഡൗൺ സിൻഡ്രോം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണ് അടുത്ത ചോദ്യം. അസേർഷനും ഉണ്ട്, റീസണും ഉണ്ട്. ഓക്കെ, രണ്ടും നോക്കിക്കോളാ. അസേർഷൻ പറയുന്നു അന്യൂപ്ലോയിഡി ഈസ് ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോംസ്. അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത് ക്രോമസോംസിന്റെ ഗെയിനോ ലോസോ ആണ്. റീസൺ, ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ. ഓക്കെ, ടീലോഫേസ് സ്റ്റേജിന് ശേഷം സൈറ്റോകൈനസിസ് ഫെയിൽ ആയതാണ് അതിൻ്റെ റീസൺ. നമുക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വായിക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം റീസൺ വായിക്കുക, എന്നിട്ട് അസേർഷൻ വായിക്കുക. അപ്പോൾ ഇതാ പറയുന്നു, ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ. ഓക്കെ, അതായത് ഈ ടീലോഫേസ് സ്റ്റേജിന് ശേഷം ക്രോമസോംസ് ഇവിടെയുമായി. അപ്പം ഈ ഒരു സ്റ്റേജിൽ സെൽ ഡിവിഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോംസ് സംഭവിക്കും, വിച്ച് ഇസ് ടേംഡ് ആസ് അന്യൂപ്ലോയിഡി. ആൻസർ ചെയ്തോളൂ. ഓക്കെ, ഹായ് അജയ് കണ്ണാടിക. ഓ, ഭയങ്കര മാസ് പേരൊക്കെയാണല്ലോ. Okay, yes, very good. CEO, Kirtana. Oh, the assertion is true, but reason is false. Reason false ആണോ? അല്ല, reason true ആണ്. അതായത് സൈറ്റോകൈനസിസ് ടീലോഫേസിന് ശേഷം നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഒരു വഴിക്ക് പോകുന്ന ക്രോമസോമിൽ ഗെയിൻ ഓഫ് ക്രോമസോംസ് ആയിരിക്കും, ഇപ്പുറത്തെ വഴിക്ക് പോകുന്ന ക്രോമസോംസിൽ ലോസ് ഓഫ് ക്രോമസോംസ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതിനാണ് നമ്മൾ അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ? ഓക്കെ ആണല്ലോ? യെസ്, ബാക്കി എല്ലാവരുടെയും റൈറ്റ് ആൻസർ ആണ്. കീർത്തനയ്ക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, an analysis of traits in several generations of a family is called. ഒരു ഫാമിലിയിലെ സെവറൽ ജനറേഷൻസിലുള്ള ഒരു ട്രേറ്റിന്റെ അനാലിസിസിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഈ തന്നിരിക്കുന്നതിൽ മ്യൂട്ടേഷൻ ആണോ, പെഡിഗ്രി അനാലിസിസ് ആണോ, ജനറ്റിക് മാപ്പ് ഫോർമേഷൻ ആണോ, none of these ആണോ? Analysis of traits in several of generations of a family. Several generations of a family യിലെ ട്രേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു.
യെസ്, വെരി ഗുഡ്. അതിന് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്നാണ് പറയുക. ഓക്കെ, അടുത്ത ചോദ്യം ഹീമോഫീലിയ ഈസ് ദിസ് ഇസ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഹീമോഫീലിയ തന്നിരിക്കുന്നതിൽ ഏത് കൂട്ടത്തിലുള്ള ഡിസീസ് ആണ്? ഈസ് ദാറ്റ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്? ഈസ് ദാറ്റ് എ സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസ്? ഈസ് ദാറ്റ് ആൻ ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ഓർ ഈസ് ഇറ്റ് ആൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ്? ഇതിൽ ഏതാണ് ഹീമോഫീലിയ? ഹീമോഫീലിയയുടെ ആൻസർ ആണോ ബി വെച്ചിരിക്കുന്നത്? ഹീമോഫീലിയ ആണോ? എനിക്ക് തോന്നുന്നു പെഡിഗ്രീഡതാണ് ബി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം പറയൂ. യെസ് യെസ്. അപ്പം നവ്യ, റയാൻ, അജയ്, ഓക്കെ, തരുൺ പോൾ, കീർത്തന, ഓക്കെ 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 ഓക്കെ, വരൂ 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 വരൂ. ആൻസേഴ്സ് എല്ലാവരും പോരട്ടെ. കമാ ബാക്കി പോരട്ടെ. ഓക്കെ, ഓപ്ഷൻ എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, നമ്മളൊരു സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് പഠിക്കുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ ഏതാ? സിക്കിൾ സെൽ അനീമിയ. ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസീസ് ഒരു എക്സാമ്പിൾ പറയും, മൈറ്റോണിക് ഡിസ്ട്രോഫി അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഫീനൈൽ കീറ്റോന്യൂറിയ is an inborn error in which affected individual lacks an enzyme that converts. ഫീനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത് ഒരു എൻസൈമിന്റെ പ്രോബ്ലം ആണ് ഇൻ വിച്ച് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്സ് എൻ എൻസൈം ദാറ്റ് കൺവേർട്സ്. അതായത് ഡാഷിനെ ഡാഷാക്കി കൺവേർട്ട് ചെയ്യുന്ന എൻസൈമിനാണ് പ്രോബ്ലം. ഫീനൈൽ അലാനിൻ ടു ടൈറസിൻ, ടൈറസിൻ ഇൻറ്റു ഫീനൈൽ അലാനിൻ, ഗ്ലൂട്ടാമിക് ആസിഡ് ഇൻറ്റു വാലിൻ, വാലിൻ ഇൻറ്റു ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതിൽ ഒരെണ്ണം സിക്കിൾ സെൽ അനീമിയയുടേതാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് ഹിലാൽ, ഹായ്, ലേറ്റ് ആയല്ലോ ഹിലാൽ. ഓക്കെ അജയ്, യു ആർ ഫ്രം കർണാടക സ്റ്റേറ്റ്. ഫൈൻ. സോ ഐ ഡോണ്ട് നോ കന്നഡ. I was telling that Ajay, you got a mass name. Okay, so which is the right answer? Okay, you are telling phenylalanine into tyrosine, that is option A, right? Okay, അപ്പോൾ അതായത് ഫീനൈലലാനിനെ ടൈറസിനാക്കി കൺവേർട്ട് ചെയ്യാനുള്ള എൻസൈം അഫക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് ഫീനൈൽ കീറ്റോന്യൂറിയ എന്ന ഡിസീസ് കണ്ടീഷന്റെ റീസൺ. അപ്പോൾ അടുത്ത ചോദ്യം. ഓക്കെ, സോ ഹിയർ വി ഹാവ് കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അടുത്ത നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലേക്ക് പോവാട്ടോ. ഹിലാൽ ഹായ്, ഞാൻ കണ്ടു കേട്ടോ. ഓക്കെ, അപ്പം അടുത്തത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മളുടെ ചോദ്യം. ഓക്കെ, അനന്യ എന്തൊരു ഇമോജി ഒക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കോ. വിച്ച് ഓഫ് ദീസ് ഈസ് എ പ്യൂരിൻ? ഈ തന്നിരിക്കുന്നതിൽ പ്യൂരിൻ ഏതാണ്? സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ, മോർ ദാൻ വൺ ഇസ് കറക്റ്റ്. ഓക്കെ, ഇതിൽ ഏതാണ് പ്യൂരിൻ? മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്? ഹിലാൽ, മൈ നെയിം ഇസ് ബ്ലെസ്സി, BLESSY, ബ്ലെസ്സി. ബ്ലസ്സി എന്നാണ് പേര്. ഫുൾ നെയിം ബ്ലസ്സി മറിയ ബിജു. ഓക്കെ, സോ എൻ്റെ പേര് ബ്ലസ്സി എന്നാണ് കേട്ടോ. ഓക്കെ, ഇതിൽ പ്യൂരിൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അഡിനിൻ ആണ്. അടുത്ത പ്യൂരിൻ എന്ന് പറയുന്നത് ഗ്വാനിൻ. ബാക്കി എല്ലാവരെയും നമ്മൾ പിരമിഡിന്റെ കൂട്ടത്തിലാണ് കൂട്ടാറ്. ഫൈൻ. അപ്പോൾ അടുത്ത ചോദ്യം. നൈട്രോജീനസ് ബേസ് ഇസ് ലിങ്ക്ഡ് ടു പെൻഡോസ് ഷുഗർ ബൈ വിച്ച് ബോണ്ട്? ഒരു ന്യൂക്ലിയോടൈഡിൽ നൈട്രജീനസ് ബേസും അതേപോലെ ഷുഗറും, ഓക്കെ, അതേപോലെ പെൻഡോസ് ഷുഗറും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബോണ്ട് ഏതാണ്? ഇപ്പുറത്തെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഇവിടെ ഫോസ്ഫോഎസ്റ്റർ ബോണ്ടാണ് വരിക. ഇവിടെ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് വരും. ഇവിടെ വരുന്ന ബോണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന ബോണ്ട് ഏതാണ്? യെസ്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. എന്താ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ എന്ന് പറയുന്നത് നൈട്രജൻ ബേസുമായിട്ട് ബോണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. വെരി ഗുഡ്. ഒരുപാട് പേര് ആൻസർ വന്നിട്ട്. സർവോദയ, അമോൻ, നവ്യ, കീർത്തന, റയാൻ, അനന്യ, പാറു, തരുൺ, അജയ്. ഓക്കെ, ഓൾ ഓഫ് യു ഗോട്ട് ദ റൈറ്റ് ആൻസർ. ഇനിയും വരുന്നുണ്ട്. ഹിലാൽ, ഓ താങ്ക് യു ഹിലാൽ, താങ്ക് യു. അപ്പോൾ അടുത്ത ചോദ്യമേ, ഡബിൾ ഹെലിക്സ് ഫോർ സ്ട്രക്ചർ ഓഫ് DNA മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ. അതായത് നമ്മുടെ DNAയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ ബേസ്ഡ് ഓൺ their X-ray diffraction data, വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ്ഡ് ഓൺ their X-ray diffraction data, ചർഗാഫ് ബേസ്ഡ് ഓൺ rare diffraction data, none of these. ആരാ പ്രപ്പോസ് ചെയ്തത്? ടീച്ചർ, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എപ്പോഴാണോ? ഇത് നോക്ക്, പെൻഡോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ഇടയിലുള്ള ബോണ്ടാണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം.
ഡബിൾ ഹെലിക്സ് പ്രപ്പോസ് ചെയ്ത ആരാണ്? ഡബിൾ ഹെലിക്സ്, യെസ്, വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് പ്രപ്പോസ് ചെയ്തത്. ആരുടെ ഡാറ്റ ബേസ് ചെയ്തിട്ട്? വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ്റെ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. സോ ഇവിടുത്തെ ആൻസർ നൺ ഓഫ് ദീസോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ബേസ്ഡ് ഓൺ ദെയർ റേ ഡിഫ്രാക്ഷൻ ഡാറ്റ എന്നുള്ളതാണ് കൺഫ്യൂഷൻ ആയത്. ദെയർ എന്ന് പറഞ്ഞത് അവർക്ക് കിട്ടി, ഇവരുടെ ഡാറ്റ ഇവരെടുത്തു, ഓക്കെ, ഇവർ കട്ടെടുത്തു, അപ്പോൾ അവരുടേതായി. ഓക്കെ, അധികം ഗ്രാമർ ഒന്നും ആലോചിക്കേണ്ട കേട്ടോ ബയോളജിയിൽ. ഓക്കെ, സോ അടുത്ത ചോദ്യം assertion reason question ആണ്. സോ ഇൻ ഈക്വലി DNA is scattered throughout the cell. സെല്ലൊക്കെ ആണെങ്കിൽ DNA ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ത്രൂ ഔട്ട് ദ സെല്ല് കിടക്കുന്നു. റീസൺ ഇൻ ഈക്വലി ദർ ഇസ് നോ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ അസർഷൻ റീസൺ ക്വസ്റ്റൻ എങ്ങനെ വായിക്കാം? ആദ്യം റീസൺ വായിക്കും, പിന്നെ അസർഷൻ വായിക്കും. സോ റീസൺ വായിച്ചോക്കെ, ദർ ഇസ് നോ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇൻ ഈക്വലി. ഈക്വലയിൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല, അതുകൊണ്ട് DNA is scattered throughout the cell. ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് DNA സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു. ഏത് ആൻസർ വരാം? ഏത് ആൻസർ വരാം? യെസ്, കറക്റ്റ് ആണല്ലേ, കാരണം ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് DNA ഇവിടെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു. സോ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ഇസ് കറക്റ്റ് ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസർഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ. ഐഡന്റിഫൈ ദ കറക്റ്റ് ലേബലിംഗ്. ഓക്കെ, DNA ആയി മാറുന്നു, ഓപ്ഷൻ 1 ഫിൽ ചെയ്യാം. DNA RNA ആയി മാറുന്നു, ഓപ്ഷൻ 2 ഫിൽ ചെയ്യാം. RNA പ്രോട്ടീൻ ആയി മാറുന്നു, ഓപ്ഷൻ 3 ഫിൽ ചെയ്യാം. ഓക്കെ, സോ ഫിൽ ചെയ്തോളൂ. DNA-യിൽ നിന്ന് DNA ഫോം ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. DNA RNA ഫോം ചെയ്യുന്ന പ്രോസസ്സ് ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, റെപ്ലിക്കേഷൻ. RNA പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സ് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഏതാണ് വരാ? ഏതാണ് ആൻസർ വരാ? ഏതാണ് ആൻസർ വരാ? യെസ് ഹിലാൽ, യു ക്യാൻ ടെൽ മീ വാട്ട് യു വാണ്ട് ടു സേ മീ. പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, പറഞ്ഞോളൂ ഹിലാൽ. യെസ്, ഓപ്ഷൻ ബി പറയുന്നു. നോക്കട്ടെ, റെപ്ലിക്കേഷൻ, ഇപ്പുറത്തെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഗുഡ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ അടുത്ത ചോദ്യം. ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ഇൻടു. ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ഇൻടു, അതായത് നമുക്കറിയാം ഹിസ്റ്റോണിൻ്റെ മുകളിലാണ് നമ്മൾ DNA ഇങ്ങനെ റാപ്പ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഇങ്ങനെ ഹിസ്റ്റോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹിസ്റ്റോണിനെ എന്തായിട്ടാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഹെക്സാമർ, ഒക്ടാമർ, ടെട്രാമർ, ഡൈമർ. Yes, option B, octamer is the right answer. Okay, so അടുത്ത ചോദ്യം the figure show. നമ്മളുടെ NCERT ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫിഗർ ആണ്. ഈ ഫിഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ, ക്രോമാറ്റിൻ, ന്യൂക്ലിയോസോം, മോർ ദാൻ വൺ. ഓപ്ഷൻ is correct. Oh, thank you Hilal. Your smile always, keep smiling always because your smile is so pretty and precious. Thank you. Okay, I will try to smile all the time. Okay, അപ്പോൾ ഈ ഫിഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ, സ്ട്രക്ചർ ഓഫ് ക്രോമാറ്റിൻ, ന്യൂക്ലിയോസോം. യെസ്, എല്ലാം കറക്റ്റ് ആണല്ലേ. സോ മോർ ദാൻ വൺ ഓപ്ഷൻ ഇസ് റൈറ്റ്. ഫൈൻ ഫൈൻ. അയ്യോ, അല്ല, കീർത്തന ഒരു ഓപ്ഷൻ വെച്ച് ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ ആൻസർ കൊടുത്തു കാണും. അങ്ങനെയല്ല, എല്ലാ ഓപ്ഷനും വായിക്കണം. നോക്കുമ്പോൾ എല്ലാം കറക്റ്റാ. ന്യൂക്ലിയോസോം, ക്രോമാറ്റിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്, ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചറാണ്. ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ മോർ ദാൻ വൺ ഓപ്ഷൻ ഇസ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി, മോർ ദാൻ വൺ ഓപ്ഷൻ ഇസ് റൈറ്റ്. ഓക്കെ, ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് ലേബൽ ഫോർ ദി ഗിവൺ ഫിഗർ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നു ഓപ്ഷൻ എ. ഇവിടെ തന്നിരിക്കുന്നത് ഈ റാപ്പ് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി. ഇനിയിപ്പം ഇതിനെ കാണിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി. കറക്റ്റ് ലേബൽ ഐഡന്റിഫൈ ചെയ്യൂ. കറക്റ്റ് ലേബൽ ഐഡന്റിഫൈ ചെയ്യൂ. ഓപ്ഷൻ 1 H2 ഹിസ്റ്റോൺ, H1 ഹിസ്റ്റോൺ. ഓപ്ഷൻ ബി, ഐ മീൻ സെക്കൻഡ് ലേബലിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, DNA ഹിസ്റ്റോൺ ഒക്ടാമർ,
അടുത്തതെന്ന് പറയുന്നത് ഹിസ്റ്റോണക്റ്റാമ DNA. റൈറ്റ് വൺ ചൂസ് ചെയ്യൂ. ചൂസ് ദ റൈറ്റ് വൺ. ചൂസ് ദി റൈറ്റ് വൺ. ചൂസ് ദ റൈറ്റ് വൺ. ഡി പറയുന്നു ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് H1 ഹിസ്റ്റോൺ ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. ബി എന്ന് പറയുന്നത് ഓക്കെ ഇതല്ല, അപ്പം DNA ആണ്. അപ്പുറത്തത് ഹിസ്റ്റോണക്റ്റാമർ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ. ടെൽ അനുരാഗ് മാം മൈ ഗ്രീറ്റിംഗ്സ് പ്ലീസ്. ആരാണ് അനുരാഗ്? എനിക്കറിയില്ല ആരാണ് അനുരാഗ് എന്ന്. ഓക്കെ. സോ അടുത്ത ചോദ്യം, ക്രോമസോംസ് ആർ കണക്റ്റഡ് ക്രോമാറ്റിൻ ഫൈബേഴ്സ് പ്രസന്റ്. അതായത് ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? ക്രോമസോം എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് പ്രസന്റ് ആയിരിക്കുന്നത്? അറ്റ് ഓൾ ടൈംസ് ഇൻ സെൽ. ഒരു സെല്ലിൽ എപ്പോഴും ക്രോമസോം കാണാൻ പറ്റും. ഓൺലി ഡ്യൂറിങ് സെൽ ഡിവിഷൻ ഫോംഡ് അറ്റ് പ്രോഫേസ്. Only during cell division which is formed during metaphase. Only during cell division formed at interphase. എപ്പോഴാണ് അതായത് ലൈക്ക് ക്രോമസോംസ് ഫോം ചെയ്യുന്നത്, പ്രസന്റ് ആകുന്നത്? കെമിസ്ട്രി മാം അനുരാഗ്. കെമിസ്ട്രി മാമിൻ്റെ പേര് അനുരാഗ് എന്നല്ല കേട്ടോ, അനഘ എന്നാണ്. അനഘ. അനഘ. ഹായ് കാസ്പർ. ഹായ്. ലേറ്റ് ആയല്ലോ. ഓക്കെ, ലേറ്റ് ആയല്ലോ. ഇതിൻ്റെ ആൻസേഴ്സ് പറയൂ. ഇതിൻ്റെ ആൻസർ പറയൂ. സി. ഓക്കെ. ബി. നോക്ക്, ക്രോമസോം അതായത് കണ്ടൻസേഷൻ എപ്പോഴാണ് നടക്കുന്നത്? കണ്ടൻസേഷൻ എപ്പോൾ നടക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്? കണ്ടൻസേഷൻ പ്രോഫേസിൽ നടക്കുന്നു എന്നാണ് പഠിക്കുന്നത്. ഓക്കെ. ആക്ച്വലി എന്താണ്? ക്രോമസോംസ് ആർ കണക്റ്റഡ് ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ആ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണക്ട് ചെയ്ത് ക്രോമസോംസ് ആകുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പ്രോഫേസിനെ നടക്കുന്നുണ്ട്. കണ്ടൻസേഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് പ്രോഫേസ്. മെറ്റാഫേസ് ആകുമ്പോഴത്തേക്കുമാണ് ഇത് കംപ്ലീറ്റ് ഫോം ചെയ്തിട്ട് ഈ ഒരു പ്ലേറ്റിൽ വന്നിട്ട് അലൈൻ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ പ്രോഫേസിൻ്റെ ചിത്രം വരയ്ക്കുമ്പോഴും അവർ തൊട്ടപ്പുറത്തായിട്ട് എന്താണ്? തൊട്ടപ്പുറത്തായിട്ട് ഈ ക്രോമസോംസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, ഗ്രിഫിത്ത് ക്ലെയിംഡ് ദാറ്റ് some protein was transferred among bacteria, some DNA was transferred among bacteria, some carbohydrates was transferred among bacteria, none of these biochemical characterization of transforming principle. അതായത് ഗ്രിഫിത്ത് എന്താണ് പറഞ്ഞത്? പ്രോട്ടീൻ ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്? DNA ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ നടക്കുന്നില്ലയോ? വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആൻസർ? None of these are. Yes, I remember Hilal. That day also you said her name Anurag. It's not Anurag, it's Anaga. That was launch. Okay. അപ്പോൾ ഏതാണ് ആൻസർ വരാ? ഡി ആണോ? നൺ ഓഫ് ദീസ് ആ. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ എന്താണ്? ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ എന്താണ്? ക്യാരക്ടറൈസേഷൻ നടന്നു. ക്യാരക്ടറൈസേഷൻ നടന്നു. സംതിങ്. അതായത് ഗ്രിഫിത്ത് കറക്റ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് അല്ല മക്കളെ ആലോചിക്കേണ്ടത്. അതല്ല ആലോചിക്കേണ്ടത്. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ some protein was transferred among bacteria, some DNA was transferred among bacteria, some carbohydrate was transferred among bacteria. നാലാമത്തെ ഓപ്ഷൻ നോക്കുക, none of these biochemical characterization of transforming principle. എന്ന് വെച്ചാൽ ലൈക്ക് എന്താ, ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല എന്ന് ഗ്രിഫിത്ത് പറഞ്ഞോ? ഇല്ല. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്ന് പ്രൂവ് ചെയ്തു. ആൻഡ് വി നോ ദാറ്റ് ഈ മൂന്ന് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതെന്താണെങ്കിലും മണ്ടത്തരാന്ന് മനസ്സിലായി. നൺ ഓഫ് ദീസ് ക്യാരക്ടറൈസേഷൻ നടന്നു എന്ന് ഗ്രിഫിത്ത് പറഞ്ഞിട്ടില്ല. ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്നാണ് ഗ്രിഫിത്ത് പറഞ്ഞത്. ആൻഡ് അമംഗ് ദീസ് ത്രീ ഓപ്ഷൻസ് വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? അതിൽ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി അല്ലേ? ബി അല്ലേ കറക്റ്റ്? DNA അല്ലേ ട്രാൻസ്ഫോം ചെയ്തത് അല്ലേ? ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ഓപ്ഷൻ കൃത്യമായിട്ട് വായിക്കുക കേട്ടോ. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ. യെസ്. chali.com
I got some work. Okay. വലിയ തിരക്കുള്ള വർക്ക് എന്തൊന്നും തന്നെ ഓക്കെ. charlie.com ഒന്ന് ശ്രദ്ധിക്കട്ടോ. അതായത് ഗ്രിഫിത്ത് എന്താ ചെയ്തത്? ഗ്രിഫിത്തിന്റെ ക്ലിയർ ആണ്, നമ്മുടെ charlie.com ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഇത് ശ്രദ്ധിക്കൂ. അതായത് നമ്മൾ ആക്ച്വലി നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പം ഇത് പക്ക നമ്മളുടെ NTA ക്വസ്റ്റ്യൻസ് അല്ല. ഫസ്റ്റ് തിങ്, ഇത് NTA ക്വസ്റ്റ്യൻസ് അല്ല. അതായത് പല സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ അതിൽ ഗ്രാമാറ്റിക്കൽ എറർ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം ഇത് കറക്റ്റ് പക്ക NTA ക്വസ്റ്റ്യൻ അല്ല, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഇടുമ്പം ലൈക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ അതിൽ ചെറിയ ഗ്രാമാറ്റിക്കൽ ഇററൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എനിവേ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നീറ്റ് എക്സാമിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് നോക്കേണ്ടത്? ബെറ്റർ ആൻസർ, മോർ കറക്റ്റ് ആൻസർ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഗ്രിഫിത്ത് ക്ലെയിംഡ് ദാറ്റ്, നമുക്കറിയാം ഗ്രിഫിത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രിഫിത്തിന് ഒരിക്കലും അവിടെ എന്താ മനസ്സിലായിട്ടില്ല, ഗ്രിഫിത്തിന് മനസ്സിലായിട്ടില്ല DNA ആണോ പ്രോട്ടീൻ ആണോ എന്താണെന്ന് അറിയില്ല, സംതിങ് ഹാസ് ട്രാൻസ്ഫേർഡ്. ആ ഒരു കാര്യം നമ്മുടെ ഗ്രിഫിത്തിന് ക്ലിയർ ആണ്. പക്ഷേ Griffith claimed that none of these biochemical characterization of transforming principle. Okay. Clear ayo? Clear ayo? Clear ayo? None of these എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈക്ക് ഈ എല്ലാ ഓപ്ഷനും കൂടെ വന്നതിൽ ഒരു കൺഫ്യൂഷൻ ആണ്. ഇത് ആക്ച്വലി ആളുകൾ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിത് മാറ്റിത്തരാം. ഗ്രിഫിത്ത് ക്ലെയിംഡ് ദാറ്റ് നൺ ഈ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ എന്ന് വന്നതാണ് പ്രശ്നം. നൺ ഓഫ് ദ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ ഹാസ് ഒക്കേർഡ്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷനും ഒക്കർ ചെയ്തില്ല എന്നാണ് ഗ്രിഫിത്ത് പറഞ്ഞത് എന്ന് ഈ സെൻറ്റൻസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായോ? ഓക്കെ ഓക്കെ, നിങ്ങൾ ചിലപ്പം പല സോഴ്സസിൽ നിന്നും പല ആൻസർ ഇതിന് പല ആൻസറും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പം എനിവേ അത് വിട്ടേക്കാം. ഞാൻ ഈ ഓപ്ഷൻ മാറ്റി, ഈ നാലാമത്തെ ഓപ്ഷൻ ഞാൻ ഈ രീതിയിൽ മാറ്റിയെന്ന് വിചാരിച്ചോ. ഗ്രിഫിത്ത് ക്ലെയിംഡ് ദാറ്റ് നൺ ഓഫ് ദിസ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഹാസ് ഒക്കേർഡ്. അതായത് നൺ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് കൊടുക്കാം, നൺ ഓഫ് ദ, അല്ലെങ്കിൽ ഞാൻ ഓപ്ഷൻ കംപ്ലീറ്റ്ലി മാറ്റിത്തരാം. കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ളതല്ല, ആ ഒരു കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നാലാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ കൺഫ്യൂഷന് വേണ്ടിയിട്ട്, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റിത്തരാം. No transformation has occurred. No transformation. Okay. ഇപ്പോൾ ഓക്കെ ആയോ? ഇനി നോക്കിക്കേ, എനിക്കറിയാം അതായത് ഗ്രിഫിത്ത് ഒരു ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ നടത്തിയിട്ടില്ല. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ നടത്തിയിരിക്കുന്നത് മക്ലിയോഡ് മെക്കാർത്തിയാണ്, റൈറ്റ്? ഓക്കെ, പക്ഷേ അവർ മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് ഗ്രാമാറ്റിക്കൽ ഇററോടെ നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനോടാണ് ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓപ്ഷൻ ഡി മാറ്റി. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. ഗ്രിഫിത്ത് ക്ലെയിംഡ് ദാറ്റ് നോ ട്രാൻസ്ഫോർമേഷൻ ഹാസ് ഒക്കേർഡ്. ഇറ്റ്സ് റോങ്. Some protein was transferred among bacteria, some DNA was transferred among bacteria, some carbohydrates was transferred among bacteria. അതായത് ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ സ്മോൾ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ മക്ലിയോഡ് മെക്കാർത്തി ക്ലെയിം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു DNA was transferred among bacteria എന്ന് ഈസി ആയിട്ട് പറയാമായിരുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ മക്ലിയോയിഡ് പ്രപ്പോസ്ഡ് എന്നാക്കി തരാം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആയില്ലേ? ഇപ്പോൾ ഓക്കെ ആയോ? താങ്ക് യു മാസ്, യുവർ ടീച്ചിങ് ഇസ് സൂപ്പർ. ഓക്കെ, വാട്ട് വാസ് യുവർ 12th percentage? ശരി, ഇപ്പോൾ ഓക്കെ ആയോ? നമ്മളുടെ നേരത്തെ എന്തോ ഡൗട്ട് ചോദിച്ചാൽ തരുൺ ബോൾട്ട് ആയിരുന്നോ? ഇസ് ദാറ്റ് ഓക്കെ നൗ? ലെറ്റ് മീ ചെക്ക് യുവർ കമൻറ്റ്. ഓക്കെ, ഓക്കെ ആയോ? ഈസ് ദിസ് ഓക്കെ നൗ? ക്വസ്റ്റ്യനിൽ ഓൾറെഡി സ്മോൾ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം. റെഡിയാണോ? ഓക്കെ, അപ്പം മക്ലിയോഡ് ക്ലെയിംഡ് ദാറ്റ് സം DNA was transferred among bacteria. Now it's okay now? ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണ്, ഫൈൻ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം So the next question. The bacteriophage growing in presence of radioactive dash contained radioactive dash. Okay. Yes. Hi. ആരോ എനിക്ക് ഹായ് ആയിട്ട് വന്നിട്ടുണ്ട്. അദ്നാൻ. അപ്പോൾ അടുത്ത ചോദ്യം the bacteriophage growing in presence of radioactive phosphorus dash contained radioactive dash. ഇതിന്റെ ആൻസർ എന്താ വരാ? ഇതിന്റെ ആൻസർ എന്താണ് വരാ? യെസ്, അതായത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഡിയാ. charlie.com തെറ്റാണ്. നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഏതാണ്? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഡി ആണോ? റേഡിയോ ആക്ടിവിറ്റി ഓഫ് ദ ഫോസ്ഫറസ് P32 സൾഫർ S35 ആണ്. അല്ലയോ? ഓക്കെ. ഓക്കെ ആണോ? charlie.com എന്താണ് ഡി എന്ന് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു പ്രീവിയസ് ആൻസർ ഡി തന്നെ പറഞ്ഞതാണോ? നമ്മളുടെ charlie.comന്റെ റിക്വസ്റ്റിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടോ. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി മാറ്റി ഇപ്പോൾ ഇതിന്റെ ആൻസർ ബി ആണ്. ഫൈൻ. യെസ്, ഓക്കെ. എ ആണ് P32 DNA. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഫൈൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. Unequivocal proof that DNA is genetic material came from experiment of unequivocal proof. DNA is genetic material came from the experiment of Avery, McLeod and McCarthy, Hershey and Chase, Debris, Correns and Shermack, Sutton and Boveri. Okay. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഹർഷി ആൻഡ് ചേസ്. ഓക്കെ, ഹർഷി ആൻഡ് ചേസ്. ഫൈൻ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേ നമ്മളുടെ എക്സ്പെരിമെന്റ്, ഹർഷി ചേസ് എക്സ്പെരിമെന്റ് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ, 3 സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പോൾ ആ സ്റ്റെപ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ്, തേർഡ് സ്റ്റെപ്പ് ഏതാണ്? ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. ആ കറക്റ്റ് ഓർഡർ കണ്ടുപിടിക്കുക. അപ്പോൾ ഏതാണ് ആൻസർ വരാ? ഓക്കെ, ഏതാണ് ആൻസർ വരിക? യെസ്, ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് RNA എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. RNA was the first genetic material. RNA acts as catalyst to RNA is more stable than DNA. RNA has protein synthesizing mechanism built around it. Okay. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കറക്റ്റ്. ചാർലി, വെരി ഗുഡ്. അതായത് RNA ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ആണ്. RNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. RNAക്ക് പ്രോട്ടീൻ സിന്തസൈസിങ് മെക്കാനിസം ബിൽറ്റ് അറൗണ്ട് ഇറ്റ്. ബിക്കോസ് RNAക്ക് പെട്ടെന്ന് തന്നെ പ്രോട്ടീൻ ആയിട്ട് മാറാൻ പറ്റും. ബട്ട് RNA is not more stable than DNA. DNA is more stable than RNA. So the right answer is option C. Okay. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ഫിഗർ നോക്കുക. നമ്മളുടെ NCERT-യിൽ തന്നിരിക്കുന്ന ഫിഗർ ആണ്. ഇതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ മോഡൽ, സെമി കൺസർവേറ്റീവ് DNA replication model, non conservative DNA replication model, can't say. ഏതാണ് ആൻസർ വരാ?
ഏതാണ് ആൻസർ വരാ? Yeah. It's semi-conservative DNA replication model. ആരാ പ്രപ്പോസ് ചെയ്തത്? മീസൽസൺ ആൻഡ് സ്റ്റോൾ, റൈറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ദ ബാക്ടീരിയ വർ ഗ്രോൺ ഇൻ മീഡിയം കണ്ടെയ്നിങ്. ബാക്ടീരിയനെ പല എക്സ്പെരിമെന്റ്സിലും, ഓക്കെ, സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ ഒക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയനെ ഗ്രോ ചെയ്ത മീഡിയത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അമോണിയം ക്ലോറൈഡ്, അതായത് N15 ഐസോട്ടോപ്പ് ഓഫ് അമോണിയം ക്ലോറൈഡ്, ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ, N14 ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ, അമോണിയം ക്ലോറൈഡ് 15 നോർമൽ ഐസോട്ടോപ്പ്, അമോണിയം ക്ലോറൈഡ് 14 നോർമൽ ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ. ഇതിൽ ഏത് ആൻസർ വരാം? ബാക്ടീരിയോഫേജ്, ബാക്ടീരിയൻ ഇതിൽ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് എവിടെയാണ് ഗ്രോ ചെയ്തത്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, മീസൽസൺ ആൻഡ് സ്റ്റോൾ അല്ലേ? പിന്നെ ആരാണ് charlie.com? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ മീസൽസൺ ആൻഡ് സ്റ്റോൾ അല്ലേ? പിന്നെ ആരാണ് പ്രപ്പോസ് ചെയ്തതോ? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ പിന്നെ ആരാ പ്രപ്പോസ് ചെയ്തത്? ടെൽ മീ. അന്നെ കൺഫ്യൂഷൻ ആക്കരുത്. നമ്മൾ 4 അല്ലേ പഠിക്കുന്നത്? 4 പഠിക്കുന്നത്. ഗ്രിഫിത്ത്, ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ, മെക്ലിൻ, മെക്ലിയോയിഡ്, മെക്കാർത്തി, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ, ഹർഷി ചേസ്, ബ്ലെൻഡിങ് എക്സ്പെരിമെന്റ്. പിന്നെ മീസൽസൺ ആൻഡ് സ്റ്റോൾ ആണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ കൺഫ്യൂഷൻ? അത് എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്ന് പറയാമോ? എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്ന് പറയാമോ? ആ ഒരു എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞത് കേട്ടോ. അത് നമ്മളുടെ മീസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു എക്സ്പെരിമെന്റ് മീസൽസൺ ആൻഡ് സ്റ്റോൾ എന്നാണ്. അതായത് അക്കോർഡിംഗ് ടു NCERT നമുക്ക് പഠിക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. charlie.com, ക്യാൻ യു മേക്ക് ഇറ്റ് ക്ലിയർ? അതൊന്ന് ക്ലിയർ ആക്കാമോ? എന്താ ഉദ്ദേശിച്ചതെന്ന് അതൊന്ന് ക്ലിയർ ആക്കാമോ? നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തില്ലേ, അതായത് N15 N14 ഒക്കെ വെച്ചിട്ട് ഹൈബ്രിഡ്, ലൈറ്റ്, ഹെവി എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഉദ്ദേശിച്ചത്? യെസ്, ഓക്കെ, ടൈലർ ഉണ്ട്, വിസിയ ഫാബേല്. ഞാൻ പറഞ്ഞത് നമ്മളുടെ മറ്റേ എക്സ്പെരിമെന്റ് ആണ്, നമ്മളുടെ NCERT-യിലുള്ള എക്സ്പെരിമെന്റ് ആണ്. ടൈലർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ വിസിയ ഫാബേല് ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ? ഞാൻ പറഞ്ഞത് നമ്മളുടെ NCERT-യിൽ നിങ്ങൾക്കൊരു 0th ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു ലൈറ്റ്, ഹൈബ്രിഡ് ഇത് ചെയ്യാനില്ലേ? അതാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ടൈലറിൻ്റെത് വിസിയ ഫാബാലുള്ളത് ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് പറഞ്ഞതാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ ഇപ്പുറത്തുള്ളത് കൊണ്ട് അത് ബേസ് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, ഈസ് ദാറ്റ് ഓക്കെ? ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? നമ്മളുടെ charlie.com ഇവിടെ ഉണ്ട്. അതേപോലെ റയാൻ, ഈസ് ദിസ് ഓക്കെ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? യാ, ഒലീൻ പ്രോകാരിയോട്സ്, വിസിയ ഫാബേലെ അല്ല. യാ, ഇറ്റ്സ് ഓക്കെ. ഞാൻ NCERT-യിൽ തന്നിരിക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. NCERT-യിൽ നമുക്ക് പഠിക്കാനുള്ളത് മീസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് ആണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ? ഓക്കെടാ, എനിക്ക് മനസ്സിലായി. ടൈലർ വിസിയ ഫാബേല് ചെയ്തത് യൂക്കാരിയോട്സിൽ. ഇറ്റ്സ് ഓക്കെ. ബട്ട് NCERT-യിൽ നമ്മൾക്ക് തന്നിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞില്ലല്ലോ, യൂക്കാരിയോട്സ് പ്രോകാരിയോട്സിന് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾക്ക് എക്സ്പെരിമെന്റ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരികയും ചെയ്യുന്നു. അതായത് വിസിയ ഫാബേലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സംടൈംസ്, പക്ഷെ അത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ റെയർ ആണ്. പക്ഷെ നിങ്ങൾക്ക് നമ്മളുടെ ലൈറ്റ് ചെയിൻ, ഹൈബ്രിഡ് ചെയിൻ, ഹെവി ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കൂടുതലും വരിക. സെമി കൺസർവേറ്റീവ് മോഡ് നമ്മൾ ലൈക്ക് അമോണിയം ക്ലോറൈഡ് ബേസ് ചെയ്തിട്ട് ഈ കൊളയിൽ ചെയ്തതാണ് വരിക. അതായത് ഈ കൊളയുടെ
ജനറേഷൻ ടൈപ്പ്, ഫസ്റ്റ് ജനറേഷൻ, 0th ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റൻ തൊട്ടടുത്തുള്ളതുകൊണ്ടും അത് പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ? Similar experiments was done in eukaryotes also by Tyler in Vizia Faba. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നോക്കിക്കോളൂ. ഇതിന്റെ ആൻസർ പറയൂ, ഇതിന്റെ ആൻസർ പറയൂ, ഇതിന്റെ ആൻസർ പറയൂ. യെസ്, എനിവേ ഇതിന്റെ ആൻസർ പറയൂ. Bacteria were grown in medium containing. Bacteria were grown in medium containing. Bacteria were grown in medium containing. അതായത് ഇതാണ് മീസൽസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ബാക്ടീരിയ ഏത് മീഡിയത്തിലാണ്, അമോണിയം ക്ലോറൈഡ് ഏതിലാണ് ഗ്രോ ചെയ്തിരിക്കുന്നത്? യാ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കീർത്തന, അമോണിയം ക്ലോറൈഡ് 15 ആണ് ഇവിടുത്തെ ഹെവി ഐസോടോപ്പ് വരുന്നത്. ഓക്കെ, ഓക്കെ ആണോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യം assertion the two strands of DNA cannot be separated in their length. Okay, yes, very good. അപ്പം two strands of DNA cannot be separated in their length. അതായത് പറയാണ് നമ്മളുടെ DNA എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കോളയുടെ കേസ് നിങ്ങൾക്ക് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും സെപ്പറേറ്റ് ആയിട്ട് അറിയേണ്ടതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഈ കോളയുടെ കേസിൽ നമ്മുടെ DNA എങ്ങനെ ഇരിക്കുന്നത്? സർക്കുലാർ DNA ആണ്. ഓക്കെ, സർക്കുലർ ആണ്, വലിയ DNA ആണ്. ഫുള്ളി നോക്കുകയാണെങ്കിൽ സർക്കുലർ ആണ് ഇരിക്കുക. പക്ഷെ പ്രോക്യാരിയോട്സിൽ ബാക്ടീരിയലൊക്കെ. ഇനിയിപ്പോൾ യൂക്യാരിയോട്സിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ലീനിയർ ആണ്. ഓക്കെ, യൂക്യാരിയോട്സിൽ ലീനിയറും പ്രോക്യാരിയോട്സിൽ അത് സർക്കുലറും ആണ്. അപ്പം അത് ബേസ് ചെയ്തിട്ട് ഈ അസേർഷൻ ആൻഡ് റീസൺ നോക്കിക്കോ. ദ ടു സ്ട്രാൻഡ്സ് ഓഫ് DNA cannot be separated in their length. അതായത് DNA റെപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ, ഇവിടെയാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആണ്, ഇങ്ങനെ മൊത്തത്തെ അഴിച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. കുറച്ച് ഒരു ഇത്ര സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യുന്നു, അവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നു, പല സ്ഥലത്തായിട്ട് ഒറൈസ് ഫോം ചെയ്യുന്നു, പലയിടത്തായിട്ട് ഇങ്ങനെ റെപ്ലിക്കേഷൻ നടന്നു, ഒരുമിച്ചത് ഇങ്ങനെ ലാസ്റ്റ് രണ്ടെണ്ണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീസൺ പറഞ്ഞിരിക്കുന്നു സെപ്പറേഷൻ റിക്വയർ വെരി ഹൈ എനർജി. അതുകൊണ്ടാണ് ടു സ്റ്റാൻഡ്സ് ഓഫ് DNA cannot be separated in their length. അറ്റ് എ ടൈം ഫുൾ ആയിട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. സോ യെസ് കെൻസ്, ഹലോ. അപ്പം അതുകൊണ്ട് നോക്കൂ, ഈ പറഞ്ഞിരിക്കുന്ന അസേർഷന്റെ പ്രോപ്പർ റീസൺ ആണോ താഴെ തന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാമോ? ജസ്റ്റ് ഒന്ന് നോക്കൂ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യൂ. Two strands of DNA cannot be separated in their length. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? സെപ്പറേഷൻ റിക്വയർ വെരി ഹൈ എനർജി കറക്റ്റ് ആണോ നോക്കുക. ഇനിയിപ്പം അസേർഷൻ റീസൺ, അതായത് സെപ്പറേഷൻ റിക്വയർ വെരി ഹൈ എനർജി, അതുകൊണ്ട് ടു സ്ട്രാൻഡ്സ് ഓഫ് DNA cannot be separated in their length. അപ്പോൾ ഏത് ആൻസർ വരാം? ഏതാണ് ആൻസർ വരാ? ഏതാണ് ആൻസർ വരാ? ഏതാണ് ആൻസർ വരാ? ഹായ്, ആൻസർ പറയൂ. ആൻസർ 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 പ്ലീസ്. എ ഓപ്ഷൻ മാം. ഓക്കെ, നോക്കാം. അടുത്തത് അല്ല, ആൻസർ പറയൂ. എ. എല്ലാവരും എ ആണോ പറയുന്നത്? രണ്ട് ആൻസേഴ്സേ ഉള്ളോ? എ. ഓക്കെ, റൈറ്റ് ആണ്. അതായത് അസേർഷൻ റീസണും കറക്റ്റ് ആണ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതായത് ഒരറ്റം മറ്റേ അറ്റം വരെ അറ്റ് എ ടൈം ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര എനർജി റിക്വയർഡ് ആണ്. അതുകൊണ്ട് രണ്ട് സ്ട്രാൻഡ്സും ഒരുമിച്ച് ഫുൾ ലെങ്ത്തിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ഈസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ട്രാൻസ്ക്രിപ്ഷൻ ഇസ്. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം ബോത്ത് സ്റ്റാൻഡ് ഓഫ് DNA ഇൻടു RNA. രണ്ട് DNA സ്റ്റാൻഡിൽ നിന്നും അത് RNA ആക്കി മാറ്റുന്നതാണോ ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്റ്റാൻഡ് ഓഫ് DNA ഇൻടു RNA. അതായത് DNAയുടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാത്രം RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണോ ട്രാൻസ്ക്രിപ്ഷൻ? ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം RNA ഇൻടു DNA. RNA-നെ DNA ആക്കി മാറ്റുന്നതാണോ ട്രാൻസ്ക്രിപ്ഷൻ? ബോത്ത് A and B ആണോ? ബോത്ത് A and B ആണോ? സെപ്പറേഷൻ മീൻസ്
Yes, denaturation, correct. ഇത് ഏത് ചോദ്യമാണ്? ഇവിടെയാണോ? Yes. Denaturation എന്ന് നമ്മൾ പറയുന്നത് ചാലി ലൈക്ക് അല്ല, സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ എന്താണോ എന്ന് ചോദിച്ചാൽ നാച്ചുറൽ ആയിട്ട് നടക്കുമ്പോൾ, അതായത് സെല്ലിൻ്റെ ഉള്ളിൽ നോർമലി നടക്കുന്ന സെപ്പറേഷനെ നമ്മൾ ഡീനാച്ചുറേഷൻ എന്ന് പറയില്ല. അതായത് നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴാണ് ഈ DNA രണ്ടാക്കി മാറ്റുന്ന പ്രോസസ്സ് ഡീനാച്ചുറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഡീനാച്ചുറേഷൻ പോലെ ഇത് രണ്ടും സെപ്പറേറ്റ് ആവുന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ലാബിലൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ ഒരിക്കലും പറയില്ല റെപ്ലിക്കേഷൻ്റെ സമയത്ത് the two strands of DNA got denatured inside the cell. സെല്ലിൻ്റെ ഉള്ളിൽ തനിയെ നാച്ചുറലി, അതായത് ഇപ്പം നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും പറയില്ല ആ രണ്ട് സ്റ്റാൻഡുകളും ഡീനേച്ചർ ചെയ്തു എന്നല്ല നമ്മൾ പറയുന്നത്, അത് സെപ്പറേറ്റ് ആയി എന്നാണ് പറയുന്നത്. ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പം അത് ലാബിൽ നമ്മൾ ഹീറ്റ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, മനുഷ്യന്മാരെ ചെയ്യുമ്പോഴാണ് ഡീനാച്ചുറേഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ PCR-ലൊക്കെ അല്ലേ ഡീനാച്ചുറേഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത്. റെപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിൽ അല്ല, നമ്മളുടെ മോളിക്കുലാറിൽ റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഒരിക്കലും അവരുള്ളിൽ തന്നെ രണ്ട് സ്റ്റാൻഡുകളും ഡീനേച്ചേർഡ് ആയി എന്ന് പറയുന്നില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ സെപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സ്റ്റാൻഡുകളും നമ്മളുടെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആവില്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് DNA. അപ്പം ഒരിക്കലും ബോഡിയിൽ വെച്ചിട്ട്, അത് യൂക്യാരിയോട്സിൻ്റെ ആണെങ്കിലും പ്രോക്യാരിയോട്സിൻ്റെ ആണെങ്കിലും സെല്ലിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ്ലി ഇങ്ങനെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ റെപ്ലിക്കേഷൻ നടക്കുന്നില്ല. ഇത്രയും പോർഷനിൽ റെപ്ലിക്കേഷൻ ബബിൾ ഫോം ചെയ്യും, അവിടെ കംപ്ലീറ്റ് ആവും, ഇപ്പുറത്ത് ഫോം ചെയ്യും, അല്ലെങ്കിൽ അറ്റ് എ ടൈം തന്നെ ഇതിൻ്റെ ഉള്ളിൽ പല ഭാഗത്തായിട്ട് പല ഒറൈസായിട്ട് പലയിടത്തായിട്ട് റെപ്ലിക്കേഷൻ കുഞ്ഞു സ്പോട്സിലായിട്ട് നടന്നത് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ആക്ച്വലി ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ. ബി. ഓക്കെ, യെസ്, ഇത് നമ്മൾ ആൻസർ പറഞ്ഞിരുന്നോ? ഇതിൻ്റെ ആൻസർ പറഞ്ഞില്ലല്ലോ. ഇതല്ലേ ഇനി പറയാനുള്ളത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റാൻഡൊന്നും DNA എന്ന് RNA ഫോം ചെയ്യുന്നതാണോ, ഒരു സ്റ്റാൻഡിൽ നിന്ന് ഫോം ചെയ്യുന്നതാണോ, RNA DNA ഫോം ചെയ്യുന്നതാണോ? A and B. ഓക്കെ, ഇതിൻ്റെ ആൻസർ ആണെന്ന് തോന്നുന്നു നിങ്ങൾ B പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, യെസ്. അപ്പം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഓഫ് DNA-യിൽ നിന്ന് RNA ഫോം ചെയ്യുന്നു അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ ഒന്ന് മാത്രമേ ടെംപ്ലേറ്റ് സ്റ്റാൻഡുള്ളൂ. അനദർ വൺ ഇസ് കോഡിംഗ് സ്റ്റാൻഡ് വിച്ച് ഇസ് ആക്ച്വലി ഈക്വൽ ടു ദി RNA that is going to be formed. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ട്രാൻസ്ക്രിപ്ഷൻ പ്രൈമറിലി റിക്വയർ. ട്രാൻസ്ക്രിപ്ഷന് മെയിൻലി എന്താണ് വേണ്ടത്? RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്, RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷനിൽ RNA പോളിമറേസ് ആണ്, DNA ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവിടെ RNA ഫോം ചെയ്യേണ്ടത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, എ ജീൻ ഇസ് ഡിഫൈൻഡ് ആസ്. ഒരു ജീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീൻ, ഇതിപ്പോൾ നമ്മളുടെ DNA ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് ജീനാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ജീനിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Functional unit of inheritance, non-functional region of A that haven't any information, both A and B, none of these. Which one? ഏതാണ്? ഇതാണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്? ഇതാണോ? Rayan, which question? Transcription primarily require. I think he is asking me to explain this. നോക്ക്, അപ്പോൾ ഇത് നോക്ക്, ഇതാണ് നമ്മളുടെ DNA എന്ന് വിചാരിച്ചോ. 3' 5' 5' 3'. ഓക്കെ, അപ്പം നമ്മളിതിൽ ഞാൻ ഇത്രയും മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് DNA-യുടെ, ഇപ്പുറത്തേക്കൊക്കെ ഉണ്ട്, ഞാൻ ഈ യൂണിറ്റ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇതാണ് എന്തായിട്ട് മാറുന്നത്? ദിസ് ഈസ് ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആൻഡ് ദിസ് ഈസ് ദ കോഡിംഗ് സ്റ്റാൻഡ്. ഓക്കെ, അയ്യോ ഇതല്ലല്ലോ ചോദ്യം. നിങ്ങൾ ഇതാണോ ചോദിച്ചത്? ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ ചോദിച്ചത്? ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം
ഓക്കെ ഞാൻ രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, ഇത് കോഡിംഗ് സ്റ്റാൻഡ്. അപ്പോൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ബേസ് ചെയ്തിട്ട് പുതിയ RNA ഇവിടെ ഫോം ചെയ്യണം. അതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എൻസൈം ഏതാ? ട്രാൻസ്ക്രിപ്ഷനിലെ എൻസൈം എന്ന് പറയുന്നത് RNA പോളിമറൈസ് ആണ്. ഇവർ ആക്ച്വലി RNA ആണല്ലേ ഫോം ചെയ്യുന്നത്. RNA പോളിമറൈസ് ഫോം ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? ഈ DNA ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, DNA ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് RNA ഫോം ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദ എൻസൈം ഇസ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ജീൻ എന്താണ്? ജീൻ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ നമ്മുടെ റയാൻ ചോദിച്ചത്. റയാൻ വേറെ ചോദ്യമാണ്, ഇതല്ല ചോദിച്ചെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഇടണേ. സോ എ ജീൻ ഇസ് ഡിഫൈൻഡ് ആസ്, ജീനിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്, നോൺ ഫങ്ഷണൽ റീജിയൻ അല്ല, ഫങ്ഷണൽ ആണ്. ബോത്ത് A and B അല്ല, നൺ ഓഫ് ദീസ് അല്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. വൈ ഈസ് ഇറ്റ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്? അങ്ങനെ പഠിക്കരുത്. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എവിടെയാ വരിക? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് മോനെ, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് ഏത് പ്രോസസ്സിലാ? റെപ്ലിക്കേഷനിലാണ്. ചോദിച്ചിരിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ. ട്രാൻസ്ക്രിപ്ഷനിൽ DNA RNA അല്ലേ ഫോം ചെയ്യുന്നത്. അവിടുത്തെ എൻസൈം RNA പോളിമറൈസാ. DNAയിൽ നിന്ന് DNA തന്നെ ഫോം ചെയ്യുന്ന പ്രോസസ് ബൈ ദി കാറ്റലിസിസ് ഓഫ് DNA പോളിമറൈസ്, ദാറ്റ് ഇസ് റെപ്ലിക്കേഷൻ. ഓക്കെ ആണോ? അത് റെപ്ലിക്കേഷൻ ആണ് കേട്ടോ റയാൻ. ഓക്കെ, റയാൻ ബൈ ഹാർട്ട് പഠിക്കരുതേ, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. The function of some RNA are given below. Choose the incorrect one. ചില RNAയുടെ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻകറക്റ്റ് വൺ കണ്ടുപിടിക്കുക. ഓക്കെ, mRNA provide template strand. mRNA provide non-template strand. tRNA bring amino acid. rRNA play structural and catalytic role. I had confusion in that. Okay, ഇപ്പൊ ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. റെപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ. റെപ്ലിക്കേഷനിൽ DNA പോളിമറൈസ്, DNAയിൽ നിന്ന് DNA ഫോം ചെയ്യുന്നു. ട്രാൻസ്ക്രിപ്ഷനിൽ DNAയിൽ നിന്ന് RNA ഫോം ചെയ്യുന്നു. അത് ചെയ്യുന്നത് RNA പോളിമറൈസ്. ഓക്കെ, അപ്പം നോക്ക്, ഫങ്ഷണൽ സം RNA ഗിവൺ ബിലോ, ചൂസ് ദ ഇൻകറക്റ്റ് വൺ. mRNA പ്രൊവൈഡ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, ശരിയാണ്. അത് ബേസ് ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. റൈറ്റ്. tRNA bring amino acid. Okay, transfer of amino acid. Okay, rRNA play structural and catalytic role. rRNA റൈബോസോമിന് സ്ട്രക്ചർ കൊടുക്കുന്നു. അവരുടെ 23S rRNA സബ് യൂണിറ്റും 20 ഇതൊക്കെ എന്താണ്? കാറ്റലിസിസിൽ റോൾ ഉണ്ട്. സോ എന്താണ്? mRNA പ്രൊവൈഡ് നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് അല്ല, ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ റോങ് ആൻസർ ആൻഡ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് initiation factor and termination factor are. Okay, initiation and termination factor. Which are the initiation and termination factor? Sigma and rho and sigma, rho and rho, sigma and sigma respectively. Initiation and termination factor. സിമ്പിൾ ചോദ്യം, ആൻസർ പറയൂ. ഇനീഷ്യേഷൻ ഫാക്ടർ ഏതാണ്? ടെർമിനേഷൻ ഫാക്ടർ. ഓക്കെ, സിമ്പിൾ. ഇനീഷ്യേഷൻ ഫാക്ടർ സിഗ്മ ആൻഡ് ടെർമിനേഷൻ ഫാക്ടർ റോ റെസ്പെക്റ്റീവ്ലി. അടുത്തത് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡിങ് ഓഫ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് അറ്റ് എൻഡ്, അഡീഷൻ ഓഫ് അഡിനിലേറ്റ് റെസിഡ്യൂ അറ്റ് എൻഡ്, അഡീഷൻ ഓഫ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് അറ്റ് എൻഡ്. രണ്ട് ഓപ്ഷൻ സെയിം ആയിട്ട് വന്നു അല്ലേ? ഓക്കെ, അഡീഷൻ ഓഫ് adenylate residue at end. Okay, capping is addition of methyl guanosine at ഞാൻ മാറ്റിത്തരാം, 3' ഉണ്ട് at 5' ഉണ്ട്. ഓക്കെ, addition of adenylate residues at 3' ഉണ്ട് 5' ഉണ്ട്. ഓക്കെ, മിസ്റ്റേക്ക് ആണ്, ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആണ്. ഇപ്പോൾ ഓക്കെ, ക്യാപ്പിംഗ് addition of methyl guanosine triphosphate at 3' ഉണ്ട്, addition of adenylate residue at 3' ഉണ്ട്, addition of methyl guanosine triphosphate at 5' ഉണ്ട്, addition of adenylate residue at 5' ഉണ്ട്.
ഞാൻ ഓപ്ഷൻ മാറ്റി. charlie.com. ഞാൻ ഓപ്ഷൻ മാറ്റി. ഇനി ആൻസർ പറയൂ. സെയിം ഓപ്ഷൻ വന്നുകൊണ്ട് ഞാൻ ചെറിയൊരു എഡിറ്റിംഗ് നടത്തി. ഇനി ആൻസർ പറയൂ. ഇനി ഏതാണ് ആൻസർ? സി ആണ് അല്ലേ. 5' എൻഡിലാണ് ക്യാപ്പിംഗ് നടക്കുന്നത്. ടെയിലിംഗ് അറ്റ് 3' എൻഡ്. റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്കിൾ സെൽ അനീമിയ ഈസ് ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ്. സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? പോയിന്റ് മ്യൂട്ടേഷൻ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, ഡിലീഷൻ മ്യൂട്ടേഷൻ, അഡീഷൻ മ്യൂട്ടേഷൻ. സിക്കിൾ സെൽ അനീമിയ GAG GUG ചേഞ്ച് ആവുന്നതാണ് അല്ലേ. GAG ആൻഡ് GUG പരസ്പരം ചേഞ്ച് ആകുന്നു. അതെന്ത് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ്? പോയിന്റ്, ഫ്രെയിം ഷിഫ്റ്റ്, ഡിലീഷൻ, അഡീഷൻ. യെസ്, പോയിന്റ് മ്യൂട്ടേഷൻ. ഒരൊറ്റ പോയിന്റിൽ എന്താണ് അവിടുത്തെ ബേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി. പോയിന്റ് മ്യൂട്ടേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ ആണ് നടക്കുന്നത്. കൈൻഡ് ഓഫ് പോയിന്റ് മ്യൂട്ടേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. ഓക്കെ, ടൈപ്പ്. ഒരു പോയിന്റിൽ ഒരു ബേസ് എന്തായി? സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വേറെ ഒരെണ്ണമായി. ഒരൊറ്റ പോയിന്റിലാണ് മ്യൂട്ടേഷൻ വന്നിരിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ എ. റൈറ്റ്. അടുത്തത് മോളിക്കുലാർ ബേസസ് കഴിയാനായി. The presence of adapter molecule to read the code on DNA and bind to amino acid was postulated by. അതായത് there is a presence of adapter molecule. ഒരു adapter molecule ഉണ്ട്. To read the codon DNA and bring amino acid to acid was proposed by. അതായത് കോഡൺ വായിച്ചുകൊണ്ട് അവിടേക്ക് അമിനോ ആസിഡ് വരുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. ഇപ്പോൾ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ tRNA നമുക്കറിയാം. ഹൂ പ്രപ്പോസ്ഡ് ദിസ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, ഫ്രെഡറിക് മീഷർ, ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഏതാ വരാ? ഇത് ആൻസർ വാട്സൺ ആണോ, ക്രിക്ക് ആണോ, രണ്ടുപേരും കൂടിയാണോ, മീഷർ ആണോ? Who proposed? Yes, ക്രിക്ക് പ്രപ്പോസ് ചെയ്തു അല്ലേ. വെരി ഗുഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇനിയും കുറച്ചധികമുണ്ട്. ഓക്കെ, അതായത് ഒരു 3-4-5 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഫോർ സ്റ്റോപ്പ് കോഡോൺ ദർ ആർ സ്പെസിഫിക് tRNA വിത്ത് അമിനോ ആസിഡ്. ഈ RN കുറേ മിസ്റ്റേക്ക് ആക്ച്വലി ലൈക്ക് സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ വരുന്നതാണ്. ഫോർ സ്റ്റോപ്പ് കോഡോൺ there are specific tRNAs with the amino acid. Stop codon വായിക്കാൻ tRNAs ഉണ്ട് എന്ന് പറയുന്നു. There are specific tRNAs which do not bind to any amino acid. For stop codons there are no tRNA. There are tRNAs which may or may not bind to amino acids. Okay. ഏതാണ് ആൻസർ വരാ? സ്റ്റോപ്പ് കോഡോണിന് സ്പെസിഫിക് tRNA ഉണ്ടോ? അമിനോ ആസിഡിനെ കൊണ്ടുവരില്ലയോ? സ്റ്റോപ്പ് കോഡൺ റീഡ് ചെയ്യാൻ നോ tRNAs ആണോ? അതായത് tRNAs ഉണ്ട്, ചിലപ്പോൾ ബൈൻഡ് ചെയ്യും, ചിലപ്പോൾ ബൈൻഡ് ചെയ്യില്ല എന്നാണോ അമിനോ ആസിഡുമായിട്ട്? വിച്ച് ഇസ് റൈറ്റ് ആൻസർ. tRNA വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? എയോ അതാണ് മാസ് എ. tRNA വായിക്കാം അല്ല, tRNA അതായത് സ്റ്റോപ്പ് കോഡോണിനെ വായിക്കാൻ അമിനോ ആസിഡ് ഉണ്ടോ? അതായത് സ്റ്റോപ്പ് കോഡൺ നമ്മുടെ UAO, UAGO, UGAO. ഓക്കെ, ഈ സ്റ്റോപ്പ് കോഡോൺസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്കൊരു tRNA വരില്ല. സ്റ്റോപ്പ് കോഡൺ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ വായിക്കാൻ ഒരു tRNA ഇല്ല. അതുകൊണ്ട് തന്നെ തൊട്ടിപ്പുറത്തെ കോഡോൺ വെച്ചിട്ട് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് കോഡൺ വന്നിട്ടുണ്ടെങ്കിൽ tRNA വരില്ല. അതായത് അമിനോ ആസിഡിനെ കൊണ്ടുവന്നോ കൊണ്ടുവരാതെയോ ഇവിടേക്ക് വരാൻ പറ്റുന്ന tRNAs ഇല്ല. ഓക്കെ, അതുകൊണ്ട് പ്രോട്ടീൻ സിന്തസിസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ചോദ്യം. ദ ഓർഡർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ ആർ ഡിഫൈൻഡ് ബൈ. അതായത് ട്രാൻസ്ലേഷന് വേണ്ടിയുള്ള അമിനോ ആസിഡ്, നമ്മളൊരു അമിനോ ആസിഡ് വരയ്ക്കുകയാണെങ്കിൽ
NC അല്ലേ, ഒരു പോളിപെപ്റ്റൈഡ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ നമ്മൾ അമിനോ ആസിഡിന്റെ സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി നമ്മുടെ റൈബോസോം, ഇത് റൈബോസോം ആണെന്ന് വിചാരിച്ചോ. ഈ റൈബോസോം ഇതിങ്ങനെ ഫോം ചെയ്ത് വരാണ്. ഓക്കെ, ഡയറക്ഷൻ നോക്കണ്ട. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്ത് വരാണ്. ഓക്കെ, ഇതൊരു പോളിപെപ്റ്റൈഡ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആക്ച്വലി ഇതിലെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇവർക്കൊരു ഓർഡർ ഉണ്ടല്ലോ. ഇവിടെ ഒരു അമിനോ ആസിഡ്, ഇവിടെ ഒരു അമിനോ ആസിഡ്, ഇവിടെ ഒരു അമിനോ ആസിഡ്, 1 2 3 4 ഇങ്ങനെ കുറേ അമിനോ ആസിഡ് കൂടി ചേർന്നിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും പുറത്തേക്ക് നിൽക്കുന്നതായിരിക്കും ഒന്നാമത് വന്ന അമിനോ ആസിഡ്, അതിനോട് രണ്ടാമത്തെ അമിനോ ആസിഡ് ജോയിൻ ചെയ്തു, അങ്ങനെ പോളിപെപ്റ്റൈഡ് ഫോം ചെയ്തു. ഓക്കെ, അപ്പം ഈ ഓർഡർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ ആർ ഡിഫൈൻഡ് ബൈ, ഇത് ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന ആരാണ്? സീക്വൻസ് ഇൻ ബേസിസ് ഓഫ് RRNA, sequence in base of tRNA, sequence in base of mRNA, all of these. ആരാ ഇത് ഡിഫൈൻ ചെയ്യുന്നത്? This is defined by mRNA. Correct answer ആണ് charlie.com, Masmas, Navya, like okay, Sarvodaya, Hridya. Correct ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 ഇൻകറക്റ്റും 1 കറക്റ്റും ആണ്. ഓക്കെ, സോ ഈ ട്രാൻസ്ലേഷണൽ unit in mRNA is sequence of RNA that is flanked by start codon and stop codon and codes for polypeptide. Ini a translational unit is sequence of DNA that is flanked by start codon which codes for polypeptide. A transcriptional unit in tRNA is a sequence of RNA that is flanked by start codon and stop codon and codes for polypeptide. A transcriptional unit in RNA is a sequence of RNA that is flanked by start codon and stop codon and codes for polypeptide. ഒന്നുകൂടെ വായിച്ചു നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ട്രാൻസ്ലേഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് in mRNA is a sequence of RNA that is flanked by start codon and stop codon and codes for polypeptide. Okay, മനസ്സിലായോ? അതായത് ഒരു RNA ഒരു mRNA സീക്വൻസ്, അതിൽ സ്റ്റാർട്ട് കോഡോണും ഉണ്ടാവും, സ്റ്റോപ്പ് കോഡോണും ഉണ്ടാവും, പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യും, അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളില്ല. ഇനി അടുത്തത് ട്രാൻസ്ലേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് DNA ആണ് ഫ്ലാങ്ക്ഡ് ബൈ സ്റ്റാർട്ട് കോഡൺ ആൻഡ് സ്റ്റോപ്പ് കോഡൺ. ഓക്കെ, അപ്പോൾ DNA എന്ന് പറയുമ്പോൾ തെറ്റാണ് അല്ലേ, DNA അല്ല. എ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് in tRNA is the sequence of RNA that is flanked by start codon and stop codon and codes for polypeptide. Okay, is എന്നാണ്, ഇന്നല്ല, is. A transcription unit is tRNA. tRNA ആണോ? അല്ല. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ tRNA അല്ല. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് is rRNA അല്ല, rRNA അല്ല. is a sequence of RNA that is flanked by start codon and stop codon. അപ്പോൾ ട്രാൻസ്ലേഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ that is actually mRNA ആണ്. ആക്ച്വലി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ DNA ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷണൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ mRNA ആണ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കോഡോൺ ഉണ്ട്, ഇടയിൽ പോളിപെപ്റ്റൈഡിനുള്ള കോഡോൺസ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ലാക്കോപ്രോണിസ്. എന്താണ് ലാക്കോപ്രോൺ? ലാക്കോപ്രോൺ സെറ്റ് ബൈ എ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രൊമോട്ടർ ഉണ്ടാവും, ഇവിടെ കുറച്ച് ഏരിയാസ് ഉണ്ടാവും ലൈക്ക്. അപ്പം ലാക്കോപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോസിസ്റ്റോണിക് സ്ട്രക്ചറൽ യൂണിറ്റ് which is regulated by a common promoter and a regulator genes. Polysystonic structural gene which is regulated by a common promoter and regulatory genes. Consists of one regulatory gene, monosystonic structural gene having 5 genes along with the promoter and operator A and C both. Which is answer? ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ലാക്കോപ്രോൺ. യെസ്, ലാക്കോപ്രോൺ എന്ന് പറഞ്ഞാൽ പ്രോക്യാരിയോട്സിന്റെ കേസിലാണ്. പ്രോക്യാരിയോട്സിന്റെ കേസിൽ അവിടെ പോളിസിസ്ട്രോണിക് ആണ്, യൂക്യാരിയോട്സിന്റെ കേസിലാണ് മോണോസിസ്ട്രോണിക് വരുന്നത്. അപ്പോൾ ഇപ്പോഴേ നമുക്കിത് തെറ്റിടാം. കൺസിസ്റ്റ് ഓഫ് വൺ റെഗുലേറ്ററി ജീൻ, മോണോസിസ്ട്രോണിക് ആണ്, അല്ല തെറ്റ്. AMCയും തെറ്റാണ്. അപ്പോൾ പ്രോക്യാരിയോട്സിൽ പോളിസിസ്ട്രോണിക് ആണ് വരുന്നത്, റെഗുലേറ്റഡ് ബൈ ഒരു കോമൺ പ്രൊമോട്ടറും ബാക്കി സ്ട്രക്ചറൽ റെഗുലേറ്ററി ജീൻസ്. ഈ സ്ട്രക്ചറൽ ജീൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിരിക്കും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അലോലാക്ടോസിസ് inducer of lactobron, inductive repressor, form of lactose that bind with the product of repressor mRNA and inhibit transcription of structural gene, all of these. എന്താണ് അലോലാക്ടോസ്? എന്താണ് അലോലാക്ടോസ്? അലോലാക്ടോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ലാക്ടോസ് ആണ്, ലാക്ടോസ് ഇറ്റ്സെൽഫ് ഈസ് ദ ഇൻഡ്യൂസർ ഓഫ്
കോപ്രോൺ അല്ലേ? ശരിക്കും ആ ലാക്ടോസ് അല്ലോ ലാക്ടോസ് ഫോമിലാണ്. ലാക്ടോസിന്റെ വേറൊരു ഫോമാണ്. അല്ലോ ലാക്ടോസ് ഫോമിൽ വന്നിട്ടാണ് ലാക്ടോസ് ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അല്ലോ ലാക്ടോസ് എന്ന് പറഞ്ഞാലാണ് അത് പ്രോപ്പർ ആയിട്ട് റൈറ്റ്. നമുക്ക് ലാക്ടോസിസ് ഇൻഡ്യൂസർ എന്നാണ് പഠിക്കാനുള്ളത്. പക്ഷേ അതിന്റെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് അല്ലോ ലാക്ടോസ് രൂപത്തിലാണ് ലാക്ടോസ് ഇൻഡ്യൂസർ ആയിട്ട് വരുന്നത്. സോ ഇത് അറിയില്ലെങ്കിൽ ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. NCERT-യിൽ ലാക്ടോസ് എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ അല്ലോ ലാക്ടോസ് ആണെങ്കിൽ ആരും കൺഫ്യൂസ്ഡ് ആകണ്ട കേട്ടോ. ഓക്കെ, സോ അല്ലോ ലാക്ടോസ് ഇൻഡ്യൂസർ ആണ്, റിപ്രസർ അല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണോ? അപ്പൊ അടുത്ത ചോദ്യം Caenorhabditis elegans is a C elegans. Caenorhabditis elegans നമ്മൾ ഹ്യൂമൻ ഡി അല്ല, ഓൾ ഓഫ് ദീസ് അല്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമേ Caenorhabditis elegans, C elegans ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ യൂസ് ചെയ്തതാണ്. വിച്ച് ഇസ് എ ഫംഗൈ, നെമറ്റോഡ്, ബാക്ടീരിയ, വൈറസ്. സി എലഗൻസ് പറയുന്നത് എന്താണ്? ഒരു ഫംഗസ് ആണോ, ഒരു നിമറ്റോഡ് ആണോ, ഒരു ബാക്ടീരിയ ആണോ, ഒരു വൈറസ് ആണോ? ഇപ്പുറത്താണോ ബി പറയുന്നത്? അല്ല, ഇത് യെസ്, സി എലഗൻസ് എന്ന് പറയുന്നത് ഒരു നിമാറ്റോഡ് ആണ്. കുറേ എക്സ്പെരിമെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്, നിമറ്റോഡ്, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യം BAC യുടെ ഫുൾ ഫോം ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ കളർ, ബൈനോമിയൽ ആർട്ടിഫിഷ്യൽ ക്യാരക്ടറൈസേഷൻ, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ബാക്ടീരിയൽ ആർട്ടിക്കുലാർ ക്രോമസോം. BAC ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, റൈറ്റ്? സിമ്പിൾ ആണ്. BAC എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ഫ്രാഗ്മെന്റ്സ് were sequenced using automated DNA sequence that worked on principle of a method developed by. അതായത് ഫ്രാഗ്മെന്റ്സ് were sequenced, അത് സീക്വൻസിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നമ്മളുടെ ഫ്രാഗ്മെന്റ്സ് DNA നമ്മൾ റാൻഡം ഫ്രാഗ്മെന്റ്സ് ആക്കും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച്. ആ ഫ്രാഗ്മെന്റ്സിന്റെ സീക്വൻസ്, അതായത് അതിന്റെ ബേസിന്റെ സീക്വൻസ് നമ്മൾ എന്ത് ചെയ്യും? സീക്വൻസ് ചെയ്യും യൂസിങ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ that worked on the principle of a method developed by. ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ ഉപയോഗിച്ച് സീക്വൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു പ്രിൻസിപ്പൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? എർവിൻ ചെർഗാഫ്, മാർഷൽ നീരൻബർഗ്, ഫ്രെഡറിക് സാങ്കർ ആൻഡ് ജോർജ് ഗാമോ. ഇതിൽ ആരാണ് സീക്വൻസിങ്? ആരുടെ സീക്വൻസിങ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്? യെസ്, സാങ്കേഴ്സ് മെത്തേഡ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് തന്നെ അല്ലേ. സോ ഇറ്റ് ഈസ് ഫ്രെഡറിക് സാങ്കർ. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം VNTR സ്റ്റാൻഡ്സ് ഫോർ ബേസിക് ക്വസ്റ്റ്യൻ. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നമ്മൾ ഒരു ഭയങ്കര ആ ചാപ്റ്റർ പഠിച്ചിരിക്കുന്ന ഒരു ലൈക്ക് ഒരു ടേം ആണ് VNTRന്റെ ഫുൾ ഫോം. വേരിയസ് നമ്പർ ഓഫ് ടെൻഡൻ റിപ്പീറ്റ്സ്, വേരിയബിൾ നമ്പർ ഓഫ് ടെൻഡൻ റിപ്പീറ്റ്സ്, various number of tandem repeats, variable number of tandem repeats. Yes, option D VNTR എന്ന് പറഞ്ഞാൽ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ആണ്. ഓക്കെ, യെസ്. സോ ഇത്രയുമാണ് നമ്മൾക്ക് മോളിക്കുലാർ ബേസിസിൽ നിന്ന് പഠിക്കാനുള്ളത്. സോ നമുക്കൊരു ഇപ്പം ടൈം എത്രയും 11:35 അല്ലേ. സോ ഒരു 11:45 വരെ ബ്രേക്ക് അപ് ടു 11:45. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് 4 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഫൈൻ. നമുക്ക് 11:45 കാണാം. ബൈ.
ഓക്കേടാ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. ഗുഡ് ആഫ്റ്റർനൂൺ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ. സോ ഇനി നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റെഡി? ഓക്കെ അല്ലേ? സോ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, among the following which one is not a male accessory gland? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് മെയിൽ ആക്സസറി ഗ്ലാൻഡ് അല്ലാത്തത്? സെമിനൽ വെസിക്കിൾ, ആംപുള്ള, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. Which is the answer? Answer പറയൂ. Among the following which is not a male accessory gland? ഇതിൽ മെയിൽ ആക്സസറി ഗ്ലാൻഡ് അല്ലാത്തത് യെസ് സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റും ബൾബോ യൂറീത്രൽ ഗ്ലാൻഡും ആക്സസറി ഗ്ലാൻഡ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ആംപുള്ള. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യമേ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോകും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. റിഫർ ടു ദ ഗിവൻ ഫിഗർ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി പാർട്സ് ലേബിൾഡ് ആസ് എ, ബി, സി ആൻഡ് ഡി. എപ്പോഴും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം എ എന്ന് പറയുന്നത് ദാ ഇവിടെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, അപ്പൊ പാർട്സ് ലേബൽ ചെയ്യാം. എ എന്ന് പറയുന്നത് വാസ് ഡിഫറൻസ്, വാസ് എഫ്രേഷ്യ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. ദിസ് ഇസ് എ. വാസ് ഡിഫറൻസ് ആണെന്ന് അറിയാം അല്ലേ. ഇനിയിപ്പോൾ ബി നമുക്ക് നോക്കാണ്ട് തന്നെ അറിയാം എന്താണെന്ന്. ബി എന്ന് പറയുന്നത് നമ്മുടെ സെമിനൽ വെസിക്കിൾ ആണോ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണോ, വാസ് ഡിഫറൻസ് ആണോ, സെമിനൽ വെസിക്കിൾ ആണെന്ന് അറിയാം. അടുത്തത് സി എന്ന് പറയുന്നത് ഇത്. സി എന്ന് പറയുന്നത് എന്താ? പ്രോസ്റ്റേറ്റ് ആണോ, സെമിനൽ വെസിക്കിൾ ആണോ, ബൾബോ യൂറീത്രൽ ആണോ? പ്രോസ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഫൈനലി ഡി എന്ന് പറയുന്നത് കുഞ്ഞ് രണ്ടെണ്ണം ആക്ച്വലി കൗപ്പേഴ്സ് ഗ്ലാൻഡ് ഓർ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് ആണെന്ന് അറിയാം. സോ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് വരും. സോ വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യൂറീത്രൽ വരും. ആൻസർ ഇസ് ഓപ്ഷൻ എ. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ എനിക്ക് മുൻപേ ആൻസർ കിട്ടി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the inner glandular layer that lines the uterine cavity. നമ്മളുടെ യൂട്രൈൻ ക്യാവിറ്റിക്ക് 3 ലെയേഴ്സ് ആണുള്ളത്. എൻഡോമെട്രിയം, മയോമെട്രിയം ആൻഡ് പെരിമെട്രിയം. ഇതിലെ ഇന്നർ ഗ്ലാൻഡുലാർ ലെയർ ദാറ്റ് ലൈൻസ് ദ യൂട്രൈൻ ക്യാവിറ്റി പെരിമെട്രിയം ആണോ, മയോമെട്രിയം ആണോ, എൻഡോമെട്രിയം ആണോ, എക്ടോമെട്രിയം ആണോ? ഏതാണ് ഇന്നർ ഗ്ലാൻഡുലാർ ലെയർ? ഇന്നർ ഗ്ലാൻഡുലാർ ലെയർ ദാറ്റ് ഇസ് A. Option A. Inner glandular layer. It is inner glandular layer. Okay, so the inner glandular layer is option C, that is endometrium. Okay. Okay, C, very good, very good. അപ്പോൾ അടുത്ത ചോദ്യം match the following ആണ്. Column 1 ovary, fimbriae, myometrium, cells of alveoli. Column 2 delivery of baby, steroid hormone, secretion of milk, collection of ovum. ഇപ്പുറത്തെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ ഓവറി, ഫിംബ്രിയെ, മയോമെട്രിയം, സെൽസ് ഓഫ് ആൽവിയോളി, ഡെലിവറി ഓഫ് ബേബി, സ്റ്റിറോയിഡ് ഹോർമോൺ, സെക്രീഷൻ ഓഫ് മിൽക്ക്, കളക്ഷൻ ഓഫ് ഓവം. എങ്ങനെ മാച്ച് ചെയ്യാം? ഫിംബ്രിയെ കളക്ഷൻ ഓഫ് ഓവത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. മയോമെട്രിയം ഡെലിവറി ഓഫ് ബേബി അല്ലേ, കൺട്രാക്ഷൻ. സോ ഞാൻ B4ഉം C1ഉം ഒന്ന് നോക്കട്ടെ റാൻഡം ആയിട്ട്. B4 ആൻഡ് സോറി രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ഈ രണ്ട് ഓപ്ഷനെ അതൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എയും ഡിയും നോക്കാം. എ ഓവറി, 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 ഓവറി റിലീസ് ചെയ്യും സ്റ്റിറോയിഡ് ഹോർമോൺസിനെ. സോ A2 വരും. ആൻഡ് ഓഫ് കോഴ്സ് ഡി സെൽസ് സെക്രീഷൻ ഓഫ് മിൽക്കാണ്, സെൽസ് ഓഫ് ആൽവിയോളി ഇൻ മാമറി ഗ്ലാൻഡ്. സോ A2 ആൻഡ് D3 വരും. ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ഓക്കെ, യെസ്, എ ആണ്. അപ്പൊ അടുത്ത ചോദ്യം assertion and reason ആണ്. Assertion, ovaries produce gametes as well as steroid hormones. Ovaries ഗമീറ്റും അതേപോലെ ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, the oviducts, ovaries and cervix constitute the female accessory duct. ഫീമെയിൽ ആക്സസറി ഡക്ട് എന്ന് പറയുന്നത് ഓവറി, ഒവിഡക്ട് ആൻഡ് സെർവിക്സ് 3 പേരെയും കൂടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫീമെയിൽ ആക്സസറി ഡക്ട് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ആൻസർ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി. ബി ആണോ നവ്യ? ഒന്നും കൂടെ നോക്കിക്കേ.
This is true. Okay. നമ്മളുടെ ഓവറി ഓവത്തിനെയും പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ സ്റ്റിറോയിഡ് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ഒക്കെ റിലീസ് ചെയ്യും. പക്ഷെ നോക്ക്, ഓവറി ഒക്കെ ആക്സസറി ഡക്റ്റിന്റെ ഭാഗമാണോ? ഓവറി പ്രൈമറി സെക്സ് ഓർഗനാ. സോ ദിസ് ഇസ് റോങ്. So answer is option C, that is assertion is correct but reason is incorrect. Okay. അടുത്ത ചോദ്യം, spermatogenesis is the process in which immature male germ cells undergo division to produce sperms. Okay, spermatogenesis la immature ആയിട്ടുള്ള male germ cells sperms നെ produce ചെയ്യുന്നു. Choose the correct one with reference to above. Okay, അപ്പോൾ നോക്കാം, spermatogonia have 46 chromosomes, അതുവരെ okay, and always undergo meiotic division. നിങ്ങൾ നോക്കണേ ബാക്കി. Primary spermatocytes divide by mitotic cell division. Primary spermatocyte mitosis undergo ചെയ്യുന്നു. Secondary spermatocyte na 23 chromosome and undergo second meiotic division. Spermatozoa are transformed into spermatids. Spermatid ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. Choose the correct one. ഇതിന്ന് correct statement ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എന്താണ് ആൻസർ വരാ? സി. നോക്കട്ടെ, സ്പെർമാറ്റോഗോണിയയ്ക്ക് 46 ക്രോമസോം, പക്ഷെ അണ്ടർഗോ ചെയ്യുന്നത് മിയോട്ടിക് ഡിവിഷൻ അല്ല, മൈറ്റോട്ടിക് ഡിവിഷൻ. തെറ്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് ബൈ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. സോ തെറ്റ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് 23 ക്രോമസോം, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. ശരി. Last is spermatozoa transformed into spermatids. Spermatids and actually spermatozoa ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. So that is wrong. So right answer is option C. Okay, അപ്പോൾ അടുത്ത ചോദ്യം, refer to the given figure showing diagrammatic sectional view of a seminiferous tubule. In the figure, some parts are labeled as A, B, C and D. Identify the part which gets activated by FSH. Okay. അപ്പോൾ ഇതില് അതായത് ഇവിടെ എ കൊടുത്തിട്ടുണ്ട്, ഇത് ബി കൊടുത്തിട്ടുണ്ട്, ഇത് ഡി കൊടുത്തിട്ടുണ്ട്, ഇത് സി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി സി എന്ന് പറയുന്നത് എന്താണ്? സ്പെർമാറ്റോഗോണിയാണ്. ഡി എന്ന് പറയുന്നത് സെർട്ടോളിയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് സ്പെർമാറ്റിഡ്സ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിൽ FSH ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരെയാണ്? FSH ആക്ട്സ് ഓൺ സെർട്ടോളി സെൽസ് അല്ലേ. അപ്പോൾ ഇതിൽ സെർട്ടോളിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ ഫിഗറിൽ ഏതാണ് സെർട്ടോളി? എ ആണോ, സി ആണോ, ബി ആണോ, ഡി ആണോ? നിങ്ങൾ കണ്ടുപിടിക്കൂ. സി, ഡി. യാ, അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് സെർട്ടോളി സെൽ എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യം, അസേർഷൻ. oogenesis is initiated at puberty. oogenesis is initiated at puberty. Okay, അപ്പം puberty സ്റ്റേജിൽ oogenesis ഇനീഷ്യേറ്റ് ചെയ്യുന്നു. മില്യൺസ് ഓഫ് oogonia formed within each ovary every month. ഓരോ മാസവും മില്യൺസ് ഓഫ് oogonia ആണ് ഓരോ ഓവറിയിൽ ഫോം ചെയ്യുന്നത്. assertion and reason. യെസ്, രണ്ടും തെറ്റാണല്ലേ. എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യും, ആഫ്റ്റർ ബർത്ത് ഒന്നും ഫോം ചെയ്യില്ല. സോ ബോത്ത് ആർ റോങ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. കോളം 1 വിത്ത് കോളം 2. അപ്പോൾ കോളം 1 proliferative phase, secretory phase, menstruation. കോളം 2 breakdown of endometrial lining, follicular phase, luteal phase. ഓക്കെ, ഇപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ menstruation എന്ന് പറഞ്ഞാൽ breakdown of endometrial lining. For proliferative phase is also known as follicular phase and secretory phase is also known as luteal phase. Okay, അപ്പോൾ നോക്കാം, A2B3 C1, that is option C. Yes, very good. Taneshwar, yes, I remember Taneshwar. Okay. ഓക്കെ, അടുത്ത ചോദ്യം, ഇത് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഗ്രാഫാണ്. അപ്പം നമുക്കറിയാം ABCD ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അതായത് FSH, LH, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ. ഓക്കെ, അപ്പോൾ ആ ഹോർമോൺസിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഗ്രാജുവൽ ഇൻക്രീസ് ഓഫ് വിച്ച് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് ഹോർമോൺ സി? അതാണ് ചോദ്യം. അതായത് gradual increase of which hormone stimulates the secretion of hormone C? അയ്യോ, ഒരു മിനിറ്റ്. അപ്പോൾ ഇതാ ഹോർമോൺ സി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഹോർമോൺ സി. വിച്ച് ഇസ് ദാറ്റ്?
ഹോർമോൺ സി എന്ന് പറയുന്നത് ഈസ്ട്രജനെയാണ്. ഓക്കെ, അപ്പം ആരുടെ ഇൻക്രീസ് ആണ് ഈസ്ട്രജന്റെ റിലീസ് സംഭവിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആൻസർ എ, ബി, ഡി, ബോത്ത് എ ആൻഡ് ബി. എ എൽ എച്ച് ആണോ, എഫ് എസ് എച്ച് ആണോ, ഡി എന്തായിരുന്നു, പ്രൊജസ്ട്രോൺ ആണോ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആണോ? ഇതിന്റെ ആൻസർ പറയൂ. സോറി, എൽ എച്ച് ആൻഡ് എഫ് എസ് എച്ച് ആണോ? ഏതാണ് ആൻസർ? ആൻസർ ഉണ്ടോ? യെസ്, ബോത്ത് എ ആൻഡ് ബി. എൽ എച്ച് എഫ് എസ് എച്ച് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ആവുന്നത്. റൈറ്റ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ദ സ്പേംസ് റിലീസ്ഡ് ഡ്യൂറിങ് കോപ്പുലേഷൻ ഫൈനലി റീച്ച് ടു വിച്ച് പാർട്ട് ഓഫ് ഫാലോപ്പിയൻ ട്യൂബ്? അതായത് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ കോപ്പുലേഷൻ്റെ സമയത്ത് റിലീസ് ചെയ്ത സ്പേം, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓഫ് ഫീമെയിലേക്ക് റിലീസ് ചെയ്ത സ്പേം ഏത് പാർട്ട് ഓഫ് ഫാലോപ്പിയൻ ട്യൂബിലാണ് ഫൈനലി എത്തേണ്ടത്? ഇൻഫണ്ടിബുലം, ഇസ്മസ്, ആംപുല്ല, ആംപുല്ലറി, ഇസ്മിക് ജംഗ്ഷൻ. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? നിങ്ങൾ സി പറയുന്നത്, ഇത് ഡി. ഓക്കെ, അപ്പൊ അടുത്തത് സി പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? എവിടെയാണ് ഫൈനലി എത്തേണ്ടത്? കൺഫ്യൂഷൻ ഉണ്ടല്ലേ, ഡിയും സിയും വരുന്നുണ്ട്. ഓക്കെ, കമോൺ വരൂ. ഹൃദയ ഡി പറയുന്നു, charlie.com സി പറയുന്നു. ഇനിയുണ്ട് ആൻസേഴ്സ്. ആക്ച്വലി ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ആംപുല്ല റീജിയനിലാണ് എത്തേണ്ടത്. ഫെർട്ടിലൈസേഷന്റെ സൈറ്റ് എന്ന് പറയുന്നത് ആംപുല്ല റീജിയൻ ആണ്. മാം, ഡെയിലി ഇൻ വിച്ച് ടൈം യു ടീച്ച് ക്ലാസ് ലൈഫ് ടൈം പ്ലീസ്? ഓക്കെ, ലൈക്ക് every day, Tanishwar, we will be scheduling the live session before 1 or 2 days. So what you have to do means regularly check. Please check regularly. Okay, today we are having this NEET live at 10 o'clock in the morning. But tomorrow I think the session is in the evening. Okay, you can check the scheduled time. Okay, like the time will be provided there. The live will be scheduled and in that notification the time will you can see the time of live. Okay, in the thumb you can't see the time, but the scheduled time will be seen there. Okay, some days it will be in the evening, sometimes it will be the morning. We can't say, like it depends. Okay, it depends on the situation, the availability of the studio slot and such kind of things. Okay, so you check regularly, that's the best thing. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഡി അല്ല കേട്ടോ, ഡി അല്ല, ആംബുള്ളയാണ് ആൻസർ. സംഭവം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറ്റാത്തവർക്കൊക്കെ അത് ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ ആണ്. പക്ഷെ പ്രോപ്പർലി അക്കോർഡിംഗ് ടു ദ കറണ്ട് കറണ്ട് അഭിപ്രായം ദ ആൻസർ ഇസ് ആംബുല്ല. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ ഫാലോപ്പിയൻ ട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈക്ക് നമ്മുടെ ഇൻഫണ്ടിബുലം ഭാഗം കഴിഞ്ഞ് ആംബുല്ല കഴിഞ്ഞ് ഫൈനലാണ് ഇസ്തമസ് ഇരിക്കുന്നത് അല്ലേ, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആക്ച്വലി ഈ ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെയാണ് വരിക, സ്പേം ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇസ്തമസ് കഴിഞ്ഞിട്ടാണ് ആംബുല വരുന്നത്. സോ ആ ഇസ്തമസിനെ ക്രോസ് ചെയ്ത് നെക്സ്റ്റ് ഓൺ ദ സ്പോട്ടിൽ ആംബുല. അപ്പോൾ ആ ഇസ്തമസ് കഴിഞ്ഞ് ആക്ച്വലി ആ ഇസ്തമസ് ക്രോസ് ചെയ്ത് ആംബുലയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. പ്രീവിയസ്ലി അത് ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇസ്തമസിനെ ക്രോസ് ചെയ്ത് ആംബുലയിൽ തൊട്ടിപ്പുറത്ത് എത്തിയതിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ആംബുല ആൻഡ് ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ദ ആൻസർ ഇസ് ആംബുല. ഓക്കെ, നോ, ഐഷു അല്ല, അത് പണ്ടായിരുന്നു ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ആംബുലയായിട്ട് നമ്മുടെ NCERT-യിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ NCERT-യിൽ ആംബുലറി ഇസ്മിക് ജംഗ്ഷൻ, പുതിയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കൂ, ഇറ്റ് ഇസ് ആംപുല്ല. ക്ലിയർ? അപ്പോൾ അടുത്തത് കപ്പാസിറ്റേഷൻ റിഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ. എന്താണ് കപ്പാസിറ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കപ്പാസിറ്റേഷൻ റിഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദി ഓവം ബിഫോർ ഫെർട്ടിലൈസേഷൻ, ഓവം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, സ്പേം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, സ്പേം ബിഫോർ ഫെർട്ടിലൈസേഷൻ. കപ്പാസിറ്റേഷൻ സമയത്ത് എവിടെയാണ് ചേഞ്ച് വരുന്നത്? സ്പേമിലാണോ ഓവത്തിലാണോ? ബിഫോർ ഫെർട്ടിലൈസേഷൻ ആണോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണോ?
ഓക്കെ പറയൂ. Yes, spermula before fertilization. Answer is option D. Okay. അടുത്ത ചോദ്യം, refer to the given figure showing an ovum surrounded by few sperms. ഈ ഓവത്തിനെ കുറേ സ്പേംസ് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. Sperm A is in the figure is trying to fertilize the ovum. How will the sperm A ensure that no other sperm can fertilize the ovum? അതായത് നോക്ക്, 3 സ്പേം ഇവിടെ കാണാം. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്പേം. ഫസ്റ്റ് വന്ന് ഫ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സ്പേം ആണ് ഇത് അല്ലേ. ബാക്കി 2 സ്പേം പുറത്ത് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്പേം എങ്ങനെയാണ് എൻഷുർ ചെയ്യുക വേറെ ആരും ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യില്ല എന്ന്? അതിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ അവിടെ സംഭവിക്കും, അവിടെ വരുത്തും. ഓക്കെ, അപ്പോൾ അതാണ് ചോദിക്കുന്നത്. ബൈ ഇൻഡ്യൂസിങ് ചേഞ്ചസ് ഇൻ ദ സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ. കൊറോണ റേഡിയേറ്റയിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. ബൈ ഇൻഡ്യൂസിങ് ചേഞ്ചസ് ഇൻ ദ സോണ പെലൂസിഡ ലെയർ, ബൈ ഇൻഡ്യൂസിങ് ചേഞ്ചസ് ഇൻ ദ പെരിവിറ്റ്ലൈൻ സ്പേസ്, ബൈ റിലീസിങ് സം കെമിക്കൽസ് ടു കിൽ അതർ സ്പേംസ്. എന്താണ് ആൻസർ വരിക? ആൻസർ ഏതാണ് വരിക? എവിടെയാണ്? കൊറോണ റേഡിയേറ്റിലാണോ, സോണ പെലൂസിഡയിലാണോ, പെരിവിറ്റ്ലൈൻ സ്പേസിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് റിലീസ് ചെയ്ത് മറ്റ് സ്പേംസിനെ കില്ലിയാണോ ചെയ്യുന്നത്? വിച്ച് ഇസ് ആൻസർ? ആൻസർ പ്ലീസ്, വേഗം പറയൂ. കം ഓൺ ക്യുക്ക്, വേഗം വേഗം. യെസ്, സോണ പെലൂസിഡയിലാണ് ചേഞ്ചസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, the finger-like projection that appear on the trophoblast after implantation are called. അതായത് നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ് ലെയറിൽ ഇംപ്ലാന്റേഷന് വേണ്ടി കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫോം ചെയ്യും അല്ലേ. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ട്രോഫോ എക്ടഡോം, കൊറിയോണിക് വില്ലായ്, പ്ലാസെന്റ, നൺ ഓഫ് ദീസ്. ഏതാണ് 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 ഏതാണ്? കൊറിയോണിക് വില്ലായ്, ട്രോഫോ എക്ടഡോം, പ്ലാസെന്റ, നൺ ഓഫ് ദീസ്. നമ്മൾ അതിനെ കൊറിയോണിക് വില്ലായ് എന്ന് പറയും. കൊറിയോണിക് വില്ലായ് മെറ്റേണൽ ടിഷ്യൂസുമായിട്ട് വീണ്ടും ഇന്റർ ഡിജിറ്റേറ്റ് ചെയ്ത് അവിടെ ഫോം ചെയ്യുന്ന മാസ് ഓഫ് ടിഷ്യൂനാണ് നമ്മൾ പ്ലാസെന്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, റിഫർ ടു ദ ഗിവൺ ഫിഗർ ഷോയിങ് ദ ഹ്യൂമൻ ഫീറ്റസ് വിത്തിൻ ദ യൂട്രസ്. ഓക്കെ, ദ ഹ്യൂമൻ ഫീറ്റസ് ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഓക്കെ, ഹൗ വിൽ ദ റിമൂവൽ ഓഫ് എ ഇൻ ദ ഫിഗർ അഫക്ട് ദ ഗ്രോത്ത് ഓഫ് ഫീറ്റസ്? അപ്പോൾ ഇതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എ, അതായത് ഈ എ ആണ് അംബ്ലിക്കൽ കോഡ്. ഈ അംബ്ലിക്കൽ കോഡിനെ നമ്മൾ റിമൂവ് ചെയ്തു. അതായത് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുക, ജസ്റ്റേഷൻ പീരീഡ് ആണ്. അപ്പോൾ ഈ അംബ്ലിക്കൽ കോഡ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫീറ്റസിന്റെ ഗ്രോത്തിനെ ഇത് എങ്ങനെ അഫക്ട് ചെയ്യും? സെക്രീഷൻ ഓഫ് HCG ഹോർമോൺ വിൽ സ്റ്റോപ്പ്, സെക്രീഷൻ ഓഫ് റിലാക്സിൻ ഹോർമോൺ വിൽ സ്റ്റോപ്പ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ടു ആൻഡ് ഫ്രം ദി എംബ്രിയോ വിൽ സ്റ്റോപ്പ്. ഓൾ ഓഫ് ദിസ് വിൽ ഹാപ്പൻ. ഏതാ സംഭവിക്കുക? ഏതാണ് സംഭവിക്കുക? Which will happen? ഏതാണ് സംഭവിക്കുക? All of this will happen. Are you sure? I'm not sure. Okay, ഇതിന്റെ ആൻസർ ആണോ പറയുന്നത്? ഡി അല്ല, ഇത് ബി ആണല്ലോ. ഡി പറയുന്നുണ്ടല്ലോ എല്ലാവരും. All of this will not happen. All of this will not happen. നോക്ക്, ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ ഏനെ മാത്രം റിമൂവ് ചെയ്യുന്നത്. വാട്ട് ടു സേ? അംബ്ലിക്കൽ കോഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അംബ്ലിക്കൽ കോഡിന്റെ ഫംഗ്ഷൻ ആണ് അവിടെ പ്രശ്നമാകുക. ഓക്കെ, അംബ്ലിക്കൽ കോഡിനെ മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. അംബ്ലിക്കൽ കോഡിന്റെ ഡ്യൂട്ടി എന്താ? പ്ലാസന്റെ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പ്ലാസന്റേനെ ഒന്നും നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നു, അവിടെ പറയുന്നു സെക്രീഷൻ ഓഫ് HCG ഹോർമോൺ വിൽ സ്റ്റോപ്പ്. HCG എന്ന് പറയുമ്പോൾ എന്താ? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപിൻ. പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലാസന്റ അവിടെ തന്നെയുണ്ട്. സെക്രീഷൻ ഓഫ് റിലാക്സിൻ, ഓവറിയിൽ നിന്നാണ് റിലാക്സിൻ വരുന്നത്. അതിനും ഒന്നും സംഭവിക്കില്ല. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് ബ്ലോക്ക് ആകുക. ക്ലിയർ? എന്ന് വെച്ചാൽ ഇവിടെ ഇൻഡയറക്ട്ലി ഇവർ എന്താ ചോദിച്ചിരിക്കുന്നത്? എ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? ദാറ്റ് മീൻസ് എയുടെ ഫംഗ്ഷൻ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്, ആൻസർ ഇസ് സി. സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഓക്കെ,
Match the following. Match column 1 with column 2 and choose the correct option from the codes given below. Gestation period, parturition, fetal ejection reflex after birth. If the mild uterine contraction, duration of pregnancy, process of delivery of the fetus, placental expulsion. Okay. This is match cheyam. How to match? How to match? How to match? Gestation period എന്താണ്? Duration of pregnancy. Okay. After birth, placental expulsion. Parturition, process of delivery of the fetus. Fetal ejection reflex ന്റെ സമയത്ത് mild uterine contraction ഉണ്ടാവും. ഈസി ആയിട്ട് മാച്ച് ചെയ്യാം. നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ആദ്യത്തെ രണ്ടെണ്ണം മാത്രം നോക്കുകയാണെ. A2 ആൻഡ് B3 നോക്കാം. A2 വരുന്ന രണ്ടെണ്ണം, B3. C1 D4 ആണോ നോക്കാം. C1 D4. ഓക്കെ. അപ്പോഴേക്ക് നമുക്ക് ആൻസർ കിട്ടി. ദാറ്റ് ഇസ് ഓപ്ഷൻ എ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ചാലി. അടുത്തത്, അപ്പം നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. അടുത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാണ്. So an ideal contraceptive should have all the listed characteristics except. Ideal contraceptive എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും വേണം, ഒരെണ്ണം ഒഴികെ. അതായത് യൂസർ ഫ്രണ്ട്ലി, റിവേഴ്സിബിൾ, ഈസിലി അവൈലബിൾ, ഡിക്രീസ് സെക്സ് ഡ്രൈവ്. യെസ്, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, പക്ഷേ സെക്സ് ഡ്രൈവ് ഡിക്രീസ് ചെയ്യാൻ പാടില്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് കോളംസ്. അപ്പോൾ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ, ഇപ്പോഴത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ. So coitus interruptus, lactational amenorrhea, periodic abstinence. ഇപ്പുറത്ത് avoid intercourse during ovulation, avoid insemination into vagina, ovum is not available for fertilization. Okay. ആണേ. അപ്പം coitus interruptus, lactational amenorrhea, periodic abstinence ഇതെങ്ങനെ മാച്ച് ചെയ്യാം? Ovum is not available for fertilization, avoid insemination into vagina, avoid intercourse during ovulation. Ovulation സമയത്ത് intercourse avoid ചെയ്യുക, that is periodic abstinence. Okay. Coitus interruptus, avoid insemination into vagina, അതായത് withdrawal. Ovum available അല്ല, lactational amenorrhea. So A2 B3 നോക്കാം. A2 and B3 C1, that is option D. A2 B3 C1. Okay. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്, D ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ മക്കളെ അടുത്ത ചോദ്യം, സെലക്ട് ദ ഹോർമോൺ റിലീസിങ് IUD. ഇതിൽ ഹോർമോൺ റിലീസിങ് IUD, 3 തരത്തിലുള്ള IUD ഉണ്ട്. കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ്, നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ ടി, കോപ്പർ സെൻ, അൾട്ടിലോഡ് 375, ഹോർമോൺ റിലീസിങ് LNG20, പ്രൊജസ്റ്റാസേർട്ട്. ഇനിയിപ്പം ഹോർമോൺ റിലീസിങ്, സോറി നോൺ മെഡിക്കേറ്റഡ് ലിപ്പീസ് ലൂപ്പ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് hormone releasing IUD and hormone releasing. This is hormone releasing. Yes, B. LNG20 and progestasert. Okay. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. Consider the following statements. രണ്ട് statements. Emergency contraceptives are taken within 72 hours of coitus to avoid pregnancy. Okay. Pregnancy avoid ചെയ്യാൻ വേണ്ടിയിട്ട് within 72 hours എടുക്കുന്നു. Sterilization is a terminal method to prevent any pregnancy as it is irreversible. Okay. Sterilization എന്ന് പറയുമ്പോൾ terminal method ആണ്, irreversible ആയതുകൊണ്ട് ചെയ്യുന്നു. Select the correct option. A is true, B is false. Both A and B are true. A is false, B is true. Both A and B are false. Okay. ഏതാണ് correct? A ആണോ correct? B. രണ്ടും കറക്റ്റ് ആണ്. എമർജൻസി കോൺട്രാസെപ്റ്റീവ് 72 അവേഴ്സിനുള്ളിൽ എടുക്കണം, പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. സ്റ്റെറിലൈസേഷൻ ഈസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി പ്രഗ്നൻസി ആസ് ഇറ്റ് ഇസ് ഇറിവേഴ്സിബിൾ, അതും ശരിയാണ്. സോ ആൻസർ ഇസ് ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ. ഓക്കെ. അടുത്ത ചോദ്യം, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് MTP,
medical termination of pregnancy is carried out by tubectomy in females. Medical termination of pregnancy എന്ന് പറഞ്ഞാൽ induced abortion ആണ്. Medical termination of pregnancy is inability to conceive due to certain problem. Medical termination of pregnancy എന്ന് പറയുന്നത് menopause stage in females. Medical termination of pregnancy carried out by tubectomy in females. No. Induced abortion ആണ് നമ്മൾ medical termination എന്ന് പറയുന്നത്. Okay, B correct ആണ്. എന്താണ് തനേശ്വർ അപ്പുറത്ത് സി പറഞ്ഞത്? സി അല്ല കേട്ടോ, രണ്ടും കറക്റ്റ് ആണ്. ഇവിടെ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഇനബിലിറ്റി അതിനല്ല നമ്മൾ പറയുക, മെനോപോസ് സ്റ്റേജ് അതിനും അല്ല പറയുക. ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം അസേർഷൻ ആൻഡ് റീസൺ നോക്കാം. സോ MTP helps to get rid of unwanted pregnancy due to unprotected intercourse. അത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഹെൽപ്സ് ടു ഗെറ്റ് റിഡ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസി. അത് അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കാൻ സഹായിക്കും ഡ്യൂ ടു അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ്. ഇത് ആർ സേഫ് അപ് ടു 28 വീക്സ് ഓഫ് പ്രഗ്നൻസി. 28 വീക്ക് വരെ ഇത് സേഫ് ആണ്. 28 വീക്ക് എന്ന് പറയുമ്പോൾ എത്ര മാസം വരും? 4, 12 ഒരുപാട് വീക്ക് വരും അല്ലേ? 4 വീക്കാണ് ഒരു മാസം എന്ന് പറയുന്നത്. 28 weeks വരെ ഇത് സേഫ് ആണോ MTP? MTP helps to get rid of unwanted pregnancy due to unprotected intercourse. Yes, actually അപ്പോൾ ആൻസർ എന്താ വരിക? അസേർഷൻ ട്രൂ ആണ്, പക്ഷേ റീസൺ 28 വരെയൊന്നും MTP സേഫ് അല്ല. സോ ആൻസർ ഇസ് അസേർഷൻ ട്രൂ ആൻഡ് റീസൺ ഇസ് ഫോൾസ്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. AIDS and hepatitis B are STIs which is caused by virus. Gonorrhea and syphilis are caused by bacteria. Check ചെയ്യാ, രണ്ടും ട്രൂ ആണോ ഫോൾസ് ആണോ? ജസ്റ്റ് ചെക്ക് ചെയ്യാം, ട്രൂ ആണോ ഫോൾസ് ആണോ? AIDS and hepatitis B, virus. Gonorrhea and syphilis, bacteria. Answer, come on. ആൻസർ കിട്ടിയിട്ടില്ല, ക്യുക്ക്, വേഗം ആൻസർ. ഡി. യെസ്, പഴയ ആൻസർ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. രണ്ടും ശരിയാണല്ലേ? സോ ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യം മാത്സ് ദ ഫോളോയിങ് ആണ്. ഇവിടെ ഗൊണോറിയ, സിഫിലിസ്, ജെനൈറ്റൽ വാട്സ്, എയ്ഡ്സ്. ഇപ്പോഴത്തെ HIV, നിസേറിയ, ട്രിപ്പനീമ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ജസ്റ്റ് മാച്ച് ചെയ്യാം, ആരെയൊക്കെ കോസ് ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം എയ്ഡ്സ്, HIV. ഇത് ബാക്കി പഠിച്ചിട്ടില്ലാത്ത കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എയ്ഡ്സ്, HIV ഈ പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങളിത് പഠിച്ചിരിക്കണം. എന്നാലും 1 or 2 എണ്ണമൊക്കെ അറിയാനും ചിലപ്പോൾ നമ്മളങ്ങ് രക്ഷപ്പെടും. നോക്കാം, D1 വെച്ചിട്ട് ഇവിടെ സേഫ്റ്റി ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, സോറി, D1 വെച്ചിട്ട് സേഫ്റ്റി ഇല്ല. ഇതിനെ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. ഗൊണോറിയ, സിഫിലിസ്, നിസേറിയ, ഗൊണോറിയ, സിഫിലിസ് ആക്ച്വലി ട്രിപ്പോണീമയാണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. എയ്ഡ്സ് ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയായിരിക്കും വാട്സ് കോസ് ചെയ്യുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് എന്നുള്ളത്. അപ്പോൾ C4 വെച്ചിട്ട് ആൻസർ കിട്ടുമോ നോക്കട്ടെ. C4 യെസ്, C4 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതറിയാമെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? യെസ്, 2, 3, 4, 1 റൈറ്റ്, വെരി ഗുഡ്. ഇനി അടുത്തത്, ഹൗ ഡസ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഹെൽപ്പ് ആൻ ഇൻഫെർട്ടൈൽ കപ്പിൾ ടു ഹാവ് ചിൽഡ്രൻ? അതായത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ച് കുട്ടികളില്ലാത്തവർക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക? ബൈ ഈസിങ് ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് അഡോപ്ഷൻ, by treating the disease associated with the infertility, by carrying out certain fertilization process through special techniques, any of these. Okay, വായിച്ചോളൂ. Hi ma'am, this is Bhargavi. Did you? Yes, I remember you. Bhargavi, we are friends, right? Okay. I think Bhargavi is there in my Instagram followers list. She is talking to me, chatting to me, right? Okay,
അപ്പം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് എങ്ങനെയാണ് ഇൻഫെർട്ടൈൽ കപ്പിളിനെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കാം? ബൈ ഈസിങ് ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് അഡോപ്ഷൻ. അത് ദത്തെടുക്കുക എന്ന പ്രോസസ്സ് ഈസി ആക്കി കൊടുക്കുകയാണോ? അതിന് ART എടുത്ത് പോകണോ? നോ. ബൈ ട്രീറ്റിംഗ് ദ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഫെർട്ടിലിറ്റി. ആ ഡിസീസ് അതിങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ? അല്ല. ബൈ ക്യാരിയിങ് ഔട്ട് സർട്ടൻ ഫെർട്ടിലൈസേഷൻ പ്രോസസ് ത്രൂ സ്പെഷ്യൽ ടെക്നിക്സ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ആണ്. ചില സ്പെഷ്യൽ ടെക്നിക്സ് ഉപയോഗിച്ച് ചില ഫെർട്ടിലൈസേഷൻ പ്രോസസ്സുകൾ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ C is the right answer. Yes. Okay. Clear? So next question. ഇത് ഓക്കെ അല്ലേ? C കിട്ടിയല്ലോ. ഓക്കെ. അടുത്ത ചോദ്യം again match the following. Column 1 and column 2. Sifter, gifter, IUT. Transfer of ovum into fallopian tube, transfer of embryo into the uterus, transfer of embryo into fallopian tube. Okay. അപ്പോൾ സിഫ്റ്റ് ഗിഫ്റ്റ് IUT ആണ്. ട്രാൻസ്ഫർ ഓഫ് ഓവം ഇൻറ്റു ഫാലോപ്പിയൻ ട്യൂബ്. ഓവം എന്ന് വെച്ചാൽ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയും. ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ ഇൻറ്റു ദ യൂട്രസിലേക്ക് കൊടുക്കുന്നു. സോ അത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ ഇൻറ്റു ഫാലോപ്പിയൻ ട്യൂബിലേക്കാണെങ്കിൽ സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ. So A3B1 ഓർത്തിരിക്കാം. A3B1 okay, that is option D and C2. Clear? Yes, A3B1 and C2, right? Correct ആണ്. അപ്പം മക്കളെ evolution എത്തി. Do you need a break? Do you need a we will start by we will start by 12:30. Starts at 12:30. 2 chapters കഴിയുമ്പോൾ break ആണ്. Okay, so we will start at 12:30 ട്ടോ. Just to do 5-10 minutes ഇല്ല, ഒരു ചെറിയ ബ്രേക്ക്, because I have some leg pain. ഞാൻ നിന്നും അടുത്തു. Okay. Next it is evolution. Okay, അപ്പോൾ ഒരു 10 minutes-നുള്ളിൽ വരാട്ടോ.
Yes, hello. Hello, Sai. Hi, Sai Techa. Okay. So let's start ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് ചാപ്റ്ററും കൂടിയാണ് ബാക്കിയുള്ളത്, എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. ഓക്കെ, 12:30 അല്ലേ? അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1:15 ഉള്ളിൽ കംപ്ലീറ്റ് ആക്കും. ഫൈൻ. ഓക്കെ, അപ്പം നോക്കാം. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ it talks of many huge explosions unimaginable in physical terms. First statement adutha statement, the universe expanded and hence the temperature increased, hydrogen and helium formed some time later. Adutha option, the gases condensed under gravitation formed the galaxies of the present day universe. Adutha option, in the solar system of the Milky Way galaxy, Earth was supposed to have been formed about 4.5 million years back. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ്. അപ്പോൾ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, യെസ്. നോക്കുക, ഇറ്റ് ടോക്സ് ഓഫ് മെനി ഹ്യൂജ് എക്സ്പ്ലോഷൻ. അതായത് ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഹ്യൂജ് എക്സ്പ്ലോഷൻ ആണ് അല്ലേ? ഒരു സിംഗിൾ ഹ്യൂജ് എക്സ്പ്ലോഷൻ ആണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്തത്, ദ യൂണിവേഴ്സ് എക്സ്പാൻഡഡ് ആൻഡ് ഹെൻസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ആണോ? ടെമ്പറേച്ചർ ഡിക്രീസ്ഡ് അല്ലേ? ദ ഗ്യാസസ് കണ്ടൻസ്ഡ് അണ്ടർ ഗ്രാവിറ്റേഷൻ ആൻഡ് ഫോം ദ ഗാലക്സീസ് ഓഫ് ദി present day universe. Correct. In the solar system of Milky Way galaxy, Earth was supposed to have been formed after 4.5 million alla billion, right? അപ്പോൾ അതും തെറ്റ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇൻ SL Miller's electric discharge experiment he observed formation of. മില്ലേഴ്സ് എക്സ്പെരിമെന്റിൽ എന്തിൻ്റെ ഫോർമേഷൻ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്? അമിനോ ഷുഗർ, അമിനോ ആസിഡ്, ഗ്ലൂക്കോസമൈൻ, പ്രോട്ടീൻസ്. ഇതിൽ എന്തിൻ്റെ ഫോർമേഷൻ ആണ് നമ്മൾ ഇലക്ട്രിക് ഡിസ്ചാർജ് എക്സ്പെരിമെന്റിൽ കണ്ടിരിക്കുന്നത്? ഫോർമേഷൻ ഓഫ് SL മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. യെസ്, പഴയതിൻ്റെ ആണ് ഓപ്ഷൻ സി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയത് യെസ്, വെരി ഗുഡ്. അമിനോ ആസിഡിന്റെ ഫോർമേഷൻ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. ഫൈൻ. അപ്പോൾ അടുത്ത ചോദ്യം, given below is the family tree of dinosaurs and their living present day counter organisms. Okay, അപ്പം which of the following given options correctly name A, B and C? ഇതിൽ A, B, C correctly name ചെയ്യുക. അപ്പം B എന്താണ്, C എന്താണ്, A എന്താണ് എന്ന് നോക്കുക. ഓക്കെ, ഇതൊക്കെ ക്രൊക്കഡൈലാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ സി ഇത് ടിറാനോസോറസ്, ഇത് ടെറാനോഡോൺ, ഇത് സ്റ്റീഗോസോറസ്, ഇത് ബ്രാക്കിയോസോറസ്. ജസ്റ്റ് ഈ പേരൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ സി എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രോക്കഡൈൽ, ആർക്കിയോപ്റ്ററിക്സ്, ക്രോക്കഡൈൽ, ട്രൈസെറാപ്റ്റോപ്സ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് സി ക്രോക്കഡൈൽ ആണെന്നറിയാം. അപ്പോൾ എ ആണ്, ബി ആണെന്നുള്ളത്, എയോ സിയോ ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആക്ച്വലി സോറി ഇതല്ലേ ഒഴിവാക്കിയത്? സി ക്രൊക്കഡൈലുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പം എ ഓർ സി ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പം നോക്കാം. ഇതിൽ ആർക്കിയോപ്റ്ററിക്സ് ഏതാണ്? ഒന്നെങ്കിൽ ട്രൈസെറാറ്റോപ്സ്, ആർക്കിയോപ്റ്ററിക്സ്, അത് ഏതാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി എ എന്ന് പറയുന്നത് ആർക്കിയോപ്റ്ററിക്സ് ആണ്, ബി എന്ന് പറയുന്നതാണ് ട്രൈസെറാറ്റോപ്സ്. ഇത് ജസ്റ്റ് നമ്മൾ ആ നെയിം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി. വെരി ഗുഡ്, വെരി ഗുഡ്. സി നിങ്ങൾക്ക് ഓൾറെഡി ആൻസേഴ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, the image shows the forelimbs of whale, bat, cheetah and human. Choose the correct option regarding the same. നോക്ക്, മാന്റെയും ചീറ്റയുടെയും വെയിലിന്റെയും ബാറ്റിന്റെയും 4 limbs ആണ് കാണിച്ചിരിക്കുന്നത്, അപ്പർ ആംസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. The basic similarities in the arrangement of bones in forelimbs of whales, bats, cheetah and humans reflect their common ancestry. The forelimbs of whales, bats, cheetah and humans are analogous structures. The image represents structures that evolved from convergent evolution. The image represents vestigial structures. Okay.
ഇത് നോക്കുക, ഇമേജ് നോക്കുക ആൻഡ് പറയാ ബേസിക് സിമിലാരിറ്റീസ് ഇൻ ദി അറേഞ്ച്മെന്റ് ഓഫ് ബോൺസ് ഇൻ ഫോർലിംസ് ഓഫ് വെയിൽസ്, ബാറ്റ്സ്, ചീറ്റ ആൻഡ് ഹ്യൂമൻസ് റിഫ്ലക്ട് ദ കോമൺ ആൻസസ്ട്രി. യെസ്, ഇത് അവരുടെ കോമൺ ആൻസസ്ട്രി. ഞാൻ ആൻസർ പറയുന്നില്ല, നിങ്ങൾ ആൻസർ പറഞ്ഞോ. ഇതിൽ നമ്മൾ കാണേണ്ടത് കറക്റ്റ് ഓപ്ഷൻ അല്ലേ? യെസ്. അപ്പം ആൻസർ എ പറയുന്നുണ്ട്. നിങ്ങൾ എ പറഞ്ഞുകൊണ്ട് ഞാൻ ഡി വെച്ച് തുടങ്ങാം. ദ ഇമേജ് റെപ്രസെൻറ്റ്സ് വെസ്റ്റീജിയൽ സ്ട്രക്ചേഴ്സ്. അല്ല, വെസ്റ്റീജിയൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസ് ചെയ്യാത്ത പണ്ട് എവല്യൂഷണറി ഇമ്പോർട്ടൻസ് ഉള്ള പണ്ട് യൂസ് ചെയ്തിരുന്ന സ്ട്രക്ചേഴ്സ് ആണ്. സോ ഇത് റോങ് ആണ്. ഇമേജ് ഷോസ് കൺവേർജന്റ് എവല്യൂഷൻ. നോ, ആക്ച്വലി ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് കാണിക്കുന്നത്. അനലോഗസ് സ്ട്രക്ചേഴ്സ് അല്ല, ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ആണ്. അതും റോങ് ആണ്. കറക്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ ഡൈവേർജന്റ് എവല്യൂഷനും ഹോമോലോഗസ് സ്ട്രക്ചേഴ്സും ആണ് കാണിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി റെപ്രസെന്റിംഗ് common ancestry. So answer is option A. Okay? Yes. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം മാച്ച് ഫോളോയിങ് ആണ്. കോളം 1 ഉം കോളം 2 ഉം വെച്ച് മാച്ച് ചെയ്യുക. കോളം 1, common proteins and genes present in diverse organisms, vertebrates, heart or brain, animal husbandry and plant breeding, industrial mechanism. ഇപ്പുറത്ത് artificial selection, anatomical evidence of evolution, natural selection, biochemical evidence of evolution. Okay, so just match ചെയ്യാം. Common proteins and genes present in diverse organisms. Okay, protein and genes ആണ്. Vertebrate, heart or brain എന്താണ് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്? Animal husbandry and plant breeding, industrial mechanism. Okay. സോ എന്താണ് അനിമൽ ഹസ്ബൻഡറിയും പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആണ്. നോർമലി നടക്കുന്നതല്ല, മനുഷ്യന്മാർ തന്നെ ചെയ്യുന്നതാണ്. അനാട്ടമിക്കൽ എവിഡൻസ് ഓഫ് എവല്യൂഷൻ. ഇതിൽ അനാട്ടമിക്കൽ എവിഡൻസ് ആയിട്ട് vertebrates, heart or brain കൊടുക്കാം. Natural selection, industrial mechanism, biochemical evidence of evolution, common proteins and genes present in diverse organisms ആണ്. സോ നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം? A4, B2, C1 and D3, റൈറ്റ്? യെസ്. അപ്പോൾ എന്താണ് 4213 അല്ലേ? 4213, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. യെസ്, ഇവിടെ കാണിച്ചിരിക്കുന്നത് എവല്യൂഷൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ഗിവൺ ഇമേജ്. ഈ പിക്ചർ നമ്മളുടെ മാർസുപ്പിയൽ എവല്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഇതെന്താ കാണിക്കുന്നത്? കൺവേർജന്റ് എവല്യൂഷൻ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്, ജീൻ ഫ്ലോ, അഡാപ്റ്റീവ് റേഡിയേഷൻ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്, ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. ഏത് ആൻസർ വരാ? ഈ പിക്ചറിൽ കാണിക്കുന്നത് കൺവേർജന്റ് എവല്യൂഷൻ ആണോ, ജീൻ ഫ്ലോ ആണോ, അഡാപ്റ്റീവ് റേഡിയേഷൻ ആണോ കാണിക്കുന്നത്? എയും സിയും കറക്റ്റ് ആണോ? ആൻസർ പറയൂ. ഇത് ഞാൻ ആൻസർ പറയില്ല, നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറയുള്ളൂ. ഈ പിക്ചർ ബേസ് ചെയ്തിട്ട് ഇതിൽ ഏത് ഓപ്ഷനാണ് റൈറ്റ് വൺ? ഏതാണ് റൈറ്റ് വൺ? ഏതാണ് റൈറ്റ് വൺ? വിച്ച് ഇസ് റൈറ്റ് വൺ? ബോത്ത് എ ആൻഡ് സി കറക്റ്റ് ആണോ? എന്നാ തെറ്റാണ് കേട്ടോ, തെറ്റാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അഡാപ്റ്റീവ് റേഡിയേഷൻ. എടാ, ഇത് കൺവേർജന്റ് എവല്യൂഷൻ ആണോ കാണിക്കുന്നത്? ഇതിലേക്ക് നോക്കൂ. ഈസ് ദിസ് കൺവേർജന്റ് എവല്യൂഷൻ? ഇത് കൺവേർജന്റ് എവല്യൂഷൻ അല്ല, ഡൈവേർജന്റ് എവല്യൂഷനാ അല്ലേ? ഡൈവേർജന്റ് എവല്യൂഷനായി കാണിച്ചിരിക്കുന്നത്. നോക്ക്, കോമൺ ആൻസിസ്ട്രൽ സ്റ്റോക്കിൽ നിന്ന് പുതിയ ഹാബിറ്റിലേക്ക് പോയപ്പോഴത്തേക്കും ഡിഫറെൻറ്റ് സ്പീഷീസ് ഡൈവേർജ് ചെയ്ത് ഫോം ചെയ്തു ഇൻ ഓർഡർ ടു അഡാപ്റ്റ് ടു ദ ന്യൂ സിറ്റുവേഷൻ, റൈറ്റ്? പുതിയ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കോമൺ ഒരു സിമിലർ പോയിന്റ് ആൻസിസ്ട്രൽ സ്റ്റോക്കിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പല പോയിന്റിലേക്ക് പോയി. ഓക്കെ, നമ്മൾ ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസിനെയും പ്ലാസന്റൽ മാർസുപ്പിയൽസിനെയും ഇവിടെ ഇപ്പോൾ പ്ലാസന്റൽ എവല്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഹാബിറ്ററ്റ് എടുക്കുമ്പോൾ ഒരു ഓസ്ട്രേലിയനെയും ഒരു മാർസുപ്പിയലിനെയും ഒരു പ്ലാസന്റലിനെയും കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഇടയിലാണ് കൺവേർജന്റ് കാണുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ സിംഗിൾ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നമുക്ക് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ് കാണാൻ പറ്റുക. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. യെസ്. അപ്പോൾ അടുത്ത ചോദ്യം, അഗെയിൻ മാച്ച് ദ ഫോളോയിങ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മോൾ, ആൻഡീറ്റർ, മൗസ്, ലിമർ, മാർസുപ്പിയൽ മോൾ, മാർസുപ്പിയൽ മൗസ്, സ്പോട്ടഡ് കസ്കസ് ആൻഡ് നംപാറ്റ്. ഈസി ആയിട്ട് ഇത് മാച്ച് ചെയ്യാനുള്ള കുറെ കോഡൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? വെരി ഈസി. മോൾ, മാർസുപ്പിയൽ മോൾ, രണ്ട് മോൾ ഉള്ളതുകൊണ്ട് അവർ തന്നെ മാച്ച് ആവുള്ളൂ. ഓക്കെ, ഇനിയിപ്പം
മൗസും മാർസുപ്പിയൽ മൗസും ഉറപ്പായിട്ടും അവരും അങ്ങനെ മാച്ച് ചെയ്യുള്ളൂ. ലിമർ എന്ന് പറയുന്നത് എന്താണ്? ലിമർ സ്പോട്ടഡ് കസ്കസ്, അതായത് ലെമൺ ജ്യൂസിന്റെ ഉള്ളിൽ നമ്മൾ കസ്കസ് ഇട്ടു എന്നതാണ് പഠിച്ചത്. ആൻഡ് ഈറ്റ് നമ്പാറ്റ്, ആൻഡ് കടിച്ചപ്പോൾ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആൻഡ് നമ്പർ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ആൻസർ എന്താണ്? 1 1 4 2 3. ഓക്കെ, 1 4 2 3. ഓക്കെ, 1 4 2 3, that is option A. Fine. 1 4 2 3 അല്ലേ വരാ? 1 3 4 2 അല്ലല്ലോ വരാ, 1 4 2 3 ആണ് വരാ. ആരെയാ? യെസ്. അപ്പം മക്കളെ അടുത്ത ചോദ്യം, evolution of antibiotic resistant bacterial population represents the facts that evolution of antibiotic resistant ബാക്ടീരിയൽ പോപ്പുലേഷൻ, ആൻറ്റിബയോട്ടിക്കുമായിട്ട് റെസിസ്റ്റൻസ് അച്ചീവ് ചെയ്യുന്ന ബാക്ടീരിയൽ പോപ്പുലേഷൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അക്വയർഡ് ട്രേറ്റ്സ് ആർ ഇൻഹെറിറ്റൻസ്, ജീവിതകാലത്ത് അക്വയർ ചെയ്ത ട്രേറ്റ്സ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു. നേച്ചർ സെലക്ട്സ് ഫോർ ഫിറ്റ്നസ്, നാച്ചുറൽ സെലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ജനറ്റിക് വേരിയേഷൻസ് ആർ നോട്ട് എ പ്രീ റിക്വസൈറ്റ് ഫാക്ടർ ഫോർ നാച്ചുറൽ എവല്യൂഷൻ, മുൻപേ ഉള്ള എക്സിസ്റ്റിംഗ് വേരിയേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ നിർബന്ധമുള്ള കാര്യമല്ല. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓഫ് ലൈഫ് ഹോൾഡ്സ് ട്രൂ, സ്പോണ്ടേനിയസ് ജനറേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അത് ശരിയാണ്. വിച്ച് ഇസ് റൈറ്റ് ആൻസർ. ഇവിടെ എന്താ അതായത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബാക്ടീരിയസിന്റെ ഉള്ളിൽ കാണിക്കുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? നാച്ചുറൽ സെലക്ഷൻ ആണ് അല്ലേ? അവിടെ ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് നാച്ചുറൽ സെലക്ഷനാ. അപ്പം നേച്ചർ സെലക്ട്സ് ഫോർ ഫിറ്റ്നസ് ആണ്, ബിക്കോസ് നിങ്ങൾക്കറിയാം നമ്മളുടെ ബാക്ടീരിയ പോപ്പുലേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ, അതിൽ ചില ആളുകൾക്ക് ചില ജീനുകൾ ഉണ്ടാവും, അതായത് ചില വേരിയേഷൻസ് ഉണ്ടാവും, ചില വേരിയേഷനുള്ള ജീനുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഇതിലേക്ക് കൊടുത്തു, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ആൻറ്റിബയോട്ടിക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഈ വേരിയേഷനുള്ള രണ്ടാളുകൾക്കും ഇവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചത്തുപോകും, പക്ഷേ ഇവർ രണ്ടുപേരും ജീവിക്കും. ഇനി പുതിയ പോപ്പുലേഷൻ അവരിൽ നിന്ന് ഫോം ചെയ്യും. ഇവിടെ നാച്ചുറൽ സെലക്ഷൻ, കാരണം ഒരു പ്രീ എക്സിസ്റ്റിംഗ് വേരിയേഷൻ ഉണ്ടായിരുന്നു ഇവരിൽ. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് വന്നപ്പോഴും അവർക്കത് വെച്ച് റെസിസ്റ്റ് ചെയ്യാൻ പറ്റി, അവരവിടെ സർവൈവ് ചെയ്തു. നാച്ചുറൽ സെലക്ഷൻ ആണ് കാണിക്കുന്നത്, അവർ മോർ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്തത്, match the following column 1 and column 2. branching descent, natural selection, mutation, inheritance of acquired features. ഇപ്പോൾ the unity and diversity of life, source of new genes, llama, tendency of organism to become adapted to the environment. Okay, അപ്പം tendency of organisms to become adapted to the environment, llama, source of new genes, unity and diversity. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആരെ കൊടുക്കാൻ പറ്റും? ലാമാർക്കാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ഫീച്ചേഴ്സ് പറഞ്ഞത്. സോഴ്സ് ഓഫ് ന്യൂ ജീൻസിന്റെ സോഴ്സ് ആണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഞാൻ ആ സിയും ഡിയും മാത്രം വെച്ചിട്ട് റാൻഡമായിട്ട് നോക്കാൻ പോവാണ്. C2 ആൻഡ് D3. ഓക്കെ, അപ്പോൾ C2 ഉം D3 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഫ്ലോപ്പ് ആയിപ്പോയി, നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണേൽ നിങ്ങൾക്ക് ആൻസർ പറയാം. ഓക്കെ, ബ്രാഞ്ചിങ് ഡിസെൻറ്റ്, നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ടെൻഡൻസി ഓഫ് ഓർഗാനിസംസ് ടു ബിക്കം അഡാപ്റ്റഡ് ടു ദ എൻവയോൺമെൻറ്റുമായിട്ട് ഓർഗാനിസംസ് അഡാപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയാം? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാം. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്, ഇത് ആക്ച്വലി എന്തോ ഓപ്ഷൻ മാറിപ്പോയതാണ്. ഇപ്പോഴത്തെ എന്തായിരുന്നു ഓപ്ഷൻ എനിക്ക് ഓർമ്മയില്ല. ബ്രാഞ്ചിങ് ഡിസെൻറ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോണ്. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഇവിടെ കൊടുക്കുകയാണ്. സോ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്സും അതേപോലെ ബ്രാഞ്ചിങ് ഡിസെൻറ്റും ഡാർവിൻ പ്രപ്പോസ് ചെയ്ത 2 കോൺസെപ്റ്റ്സ് ആണ്. സോ A1 ആൻഡ് B4 A1 ആൻഡ് B4 വരുന്നു. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്തത്, natural selections based on certain observations which are factual. Such observations are, okay, കുറച്ച് ഒബ്സർവേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നാച്ചുറൽ സെലക്ഷൻ. അതൊന്ന് നോക്കാം. നാച്ചുറൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, പോപ്പുലേഷൻസ് ആർ സ്റ്റേബിൾ ഇൻ സൈസ് എക്സെപ്റ്റ് ഫോർ സീസണൽ ഫ്ലക്ച്വേഷൻ, മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ വേരി ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. In fact, no two individuals are alike. Even though they look superficially similar, most of variations are inherited. അടുത്തത് all of these. Okay,
അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ഇസ് ബേസ്ഡ് ഓൺ സർട്ടൻ ഒബ്സർവേഷൻസ് വിച്ച് ആർ ഫാക്ച്വൽ സച്ച് ഒബ്സർവേഷൻസ് ആർ. അപ്പോൾ ഇതിൽ ഏതാണ് നാച്ചുറൽ സെലക്ഷൻ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നാച്ചുറൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ശരിയാണോ? Populations are stable in size for seasonal fluctuation. Members of population vary in characteristic. രണ്ടുപേരും ഒരേപോലെയല്ല. Even though they look superficially പുറമേ നിന്ന് similar ആയി most of the variations are inherited. All of the above. Yes, very good. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നാച്ചുറൽ സെലക്ഷനുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം ജസ്റ്റ് നോക്കിക്കോളൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫോർ ഡാർവിൻ എവല്യൂഷൻ വാസ് ഗ്രാജുവൽ ആൻഡ് ഡ്രിവൻ ബൈ സ്മോൾ ജനറ്റിക് വേരിയേഷൻ. For Devers, evolution was a single step process driven by large mutation. Select the correct option. ഇപ്പോൾ വരാം, വെള്ളം കുടിച്ചിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. मैम अयो मुझे एक बहुत बड़ी चिंता हो रही है. री-नीट एग्जाम का समय में क्वेश्चन बनाएंगे तो क्या बंगाली क्वेश्चन ट्रांसलेशन में एसके साउथ में क्वेश्चन बनेगा तो क्या बंगाली क्वेश्चन. अयो like I can't understand that. Last sentence I didn't understand the last sentence. South I didn't understand that last question. Okay, last statement sentence. Somehow I managed to understand that initial sentences. Okay. Yo. So, ഈ ചോദ്യം നിങ്ങൾ ചെയ്തോ? ഡി ക്യാൻസൽ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. അപ്പം ഫോർ ഡാർവിൻ evolution was gradual and driven by small genetic variation. For Hugo de Vries, evolution was a single step process driven by large mutation. Okay. അപ്പോൾ ആൻസർ ഏതാ വരാ? ഡി ആണോ? രണ്ടും കറക്റ്റ് അല്ലേ? എ. ഡാർവിൻ്റെ കേസിൽ എവല്യൂഷൻ ഭയങ്കര സ്ലോ ആയിരുന്നു ആൻഡ് അവിടെ എന്താ സ്മോൾ ജനറ്റിക് വേരിയേഷൻസ് ആയിരുന്നു. ആ സ്മോൾ വൺസ് അക്യുമുലേറ്റ് ചെയ്താണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി ഒരു വലിയ സ്പീഷീസായി മാറിയത്. ഡീവ്രീസിൻ്റെ കേസിൽ സോൾട്ടേഷൻ ആണ്, സിംഗിൾ സ്റ്റെപ്പ്, ഹ്യൂജ് മ്യൂട്ടേഷൻ, വലിയ ലാർജ് മ്യൂട്ടേഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. രണ്ടും ശരിയല്ലേ? എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്തത് സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് ഓപ്ഷൻ. കറക്റ്റ് മാച്ച് നോക്കുക. ജീൻ ഫ്ലോ, ചേഞ്ചസ് ഇൻ അലീൽ ഫ്രീക്വൻസി ബൈ എ ചാൻസ് ഇവൻറ്റ്. ജീൻ ഫ്ലോ എന്ന് വെച്ചാൽ അലീൽ ഫ്രീക്വൻസി ചേഞ്ച് ബൈ ചാൻസ് ആണോ? ജനറ്റിക് ഡ്രിഫ്റ്റ് ആണല്ലേ അത്. ഓക്കെ. മ്യൂട്ടേഷൻ, മൈഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ പോപ്പുലേഷൻ. മൈഗ്രേഷന് മ്യൂട്ടേഷൻ എന്നാണോ പറയുക? നോ, മ്യൂട്ടേഷന് എന്തെങ്കിലും ഒരു ജീനിലെ ചേഞ്ച് ആണ്. ഇനി റാൻഡം മേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ചാൻസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വലിൻ്റെ പോപ്പുലേഷൻ ടു മേറ്റ് വിത്ത് എനി അതർ ഇൻഡിവിജ്വൽ. റാൻഡം മേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലെ ഏതൊരു ജീവിയുമായിട്ട് ഒരു പ്രയോറിറ്റി ഒരു ഇതും ഇല്ലാതെ എല്ലാവരുമായിട്ട് മേറ്റ് ചെയ്യും. നാച്ചുറൽ സെലക്ഷൻ ഓഫ് മേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് മോർഫോളജിക്കൽ ഫീച്ചർ. പുറമേ നിന്നുള്ള ഫീച്ചേഴ്സിൻ്റെ ബേസിസിൽ മേറ്റിനെ സെലക്ട് ചെയ്യുന്നതിനാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ പറയൂ. South, what's the problem means I don't know Hindi. Like I know only a little bit of Hindi. I don't know Hindi properly. So I'm not understanding that. Can you translate that to English? Can you ask me that question in English? I'm not much familiar with the Hindi. Okay. Or someone else please translate that question of South. സോ ഇതിൻ്റെ ആൻസർ ചെയ്താ വരാ? യെസ്, ഇത് മാത്രമേ കറക്റ്റ് മാച്ച് ഉള്ളൂ, ബാക്കി എല്ലാം റോങ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, മാച്ച് ദ ടേംസ് ഇൻ കോളം 1 വിത്ത് കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ കോളം 2. അപ്പോൾ കോളം 1 ജനറ്റിക് ഡ്രിഫ്റ്റ്, ഫൗണ്ടർ ഇഫക്റ്റ്, ബോട്ടിൽ നെക്ക് ഇഫക്റ്റ്, ജനറ്റിക് റീകോമ്പിനേഷൻ. ഇവിടെ ജനറ്റിക് ഡ്രിഫ്റ്റ് ഡ്യൂ ടു സ്മോൾ കോളനൈസിംഗ് പോപ്പുലേഷൻ, ചേഞ്ച് ഇൻ അലീൽ ഫ്രീക്വൻസി ബൈ എ ചാൻസ് ഇവൻ, മേജർ factor to introduce variations in sexually reproducing population, adverse environmental factors. So match ചെയ്യൂ.
മാച്ച് 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 ചെയ്യൂ. നിങ്ങൾ മാച്ച് ചെയ്തിട്ട് ഞാൻ പറയാം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. Adverse environmental factors, major factor to introduce variations in sexually reproducing population, allele frequency by chance event change, genetic drift due to small colonizing population. Answer ഏതാ വരാ? ഏതാണ് മക്കളെ ആൻസർ വരാം? ജനറ്റിക് ഡ്രിഫ്റ്റ് ഡ്യൂ ടു സ്മോൾ കോളനൈസിങ് പോപ്പുലേഷൻ. അതായത് ഒരു കുഞ്ഞി പോപ്പുലേഷൻ എന്താണ് ഒരു കുഞ്ഞി പോപ്പുലേഷൻ ഒരു വലിയ ലാർജ് പോപ്പുലേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സ്മോൾ പോപ്പുലേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും? അവരെയാണ് നമ്മൾ ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കുക. സോ ദിസ് കൈൻഡ് ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ് നമ്മൾ ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയും അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ ചേഞ്ച് ഇൻ അലീൽ ഫ്രീക്വൻസി ബൈ ചാൻസ് ഇവന്റിൽ അലീൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതിന് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയും. എ മേജർ ഫാക്ടർ ടു ഇൻട്രൊഡ്യൂസ് വേരിയേഷൻസ് ഇൻ സെക്ഷലി റീപ്രൊഡ്യൂസിങ് പോപ്പുലേഷൻ. ഒരു കൈൻഡ് ഓഫ് വേരിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ജനറ്റിക് റീകോമ്പിനേഷൻ. അഡ്വേഴ്സ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനാണ് ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു വലിയ പോപ്പുലേഷൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഫ്ലഡ് വന്ന് ഫുൾ നശിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ ചെറുതായി. ഇനി ബാക്കി ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എന്തോ ഒരു അഡ്വേഴ്സ് എൻവയോൺമെന്റൽ ഇഫക്റ്റ് കാരണം ഈ വലിയ പോപ്പുലേഷൻ ചെറുതായിപ്പോയി. എന്ന് വെച്ചാൽ ഒരു കുപ്പിയുടെ കഴുത്ത് പോലെ ഇത്രയും വലുതായിരുന്നു, പക്ഷെ ഒരു ബോട്ടിൽ നെക്ക് പോലെ അത് ചെറുതായിപ്പോയി. ഓക്കെ, അതും ഫൗണ്ടർ ഇഫക്റ്റിൻ്റെ ജനറ്റിക് ഡ്രിഫ്റ്റിൻ്റെ ടൈപ്പാണ്. ക്ലിയർ? അപ്പോൾ എല്ലാം ഓക്കെ ആയി. അപ്പോൾ എങ്ങനെ നമ്മൾ മാച്ച് ചെയ്യുക? 2 1 4 3 അല്ലേ? 2 1 4 3 ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ? English in NEET NTA prepares question with the very limited time. So in the 13 regional languages, is there a chance that translation mistakes may happen? In NEET NTA prepares question with a very limited time. So in the 13 regional languages, is there a chance that translation mistakes may happen? May not be. For RE-NEET exam, I think he is asking, no, we can't predict. Sometimes, no. NTA is a national level organization. It is the top, supreme, most powerful exam conducting agency. It's a very big agency, and NEET exam is one of the great exams. So they will take care, don't worry. If there is some translation mistake, then also it's not a problem. There will be some facilities to rectify that, and in such cases there will be some solutions for that. Don't worry. Okay, don't worry about that. Fine. So the next question. So moving on to the last chapter. ഇനി നമുക്ക് എത്ര questions ഉണ്ടെന്ന് അറിയാമോ? Almost കഴിയാനായി. ഇനി നമുക്ക് I will check 1 2 3 4 5 6 7 8 9 10 11 12 13. Only 13 more questions. Okay, we will start it from we will go in the same order itself. Okay, anyway, we have only 13 more questions. We are going to wind up the live after these 13 questions. Okay, so the 13th question. Assertion. Bone marrow is a secondary lymphoid organ. In secondary lymphoid organs, maturation of lymphocytes occur. So tell me, assertion reason ശരിയാണോ തെറ്റാണോ, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, ആരെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമോ? സോ നോക്കിക്കോ, ബോൺ മാരോ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലാണ് ലിംഫോസൈറ്റ്സ് മെച്യൂർ ചെയ്യുന്നത്. അതുവരെ അവർ മെച്യൂർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, അവരവിടെ വെച്ചിട്ടാണോ മെച്യൂർ ചെയ്യുന്നത്? യെസ്, ഡി എന്ന് വെച്ചാൽ ബോൺ മാരോ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്. ഇനി അത് മാത്രമല്ല, ബി ലിംഫോസൈറ്റ് മെച്യൂർ ചെയ്യുന്നതൊക്കെ ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ടി ലിംഫോസൈറ്റ് ആണെങ്കിൽ തൈമസിൽ വെച്ചിട്ട്. ഓക്കെ, സോ ആൻസർ ഡി ആണ്. രണ്ടും തെറ്റാണ്. അടുത്ത ചോദ്യം, മോസ്റ്റ് ഓഫ് ദ പാരസൈറ്റ്സ് ആർ പാത്തജൻ. അതായത് പാരസൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം മോസ്റ്റ് ഓഫ് ദം, ഓളം എന്നല്ല പറയുന്നത്, മോസ്റ്റ് ഓഫ് ദം ആർ പാത്തജൻസ്. ഓക്കെ,
disease causing organisms are called pathogens and hosts are parasite. Disease causing organisms ne nammal pathogen nu vilikkunnu and host gale parasite ennu vilikkunnu. Hosts are parasite. Actually, I will give you this question as homework. Idinte answer ningal endu cheya? Njan ipo discuss cheyyunnilla. Simple question aanu. Appo idu ningal endu cheya? After the live comment cheyda madi ta. So you have 2 homework questions. Ningalku rendu homework question undu. ഒന്നാമത്തെ question, അടുത്തത് രണ്ടാമത്തെ question. Because എൻ്റെ കയ്യിൽ നമ്മളിപ്പോൾ മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിയർലി 110 ക്വസ്റ്റ്യൻസും കാണാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് അങ്ങനെ എന്തോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ 2 എണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് ഇരിക്കട്ടെ. ഓക്കെ, ആൻസർ പറയണ്ട. ഓക്കെ, ആൻസർ പറയണ്ട. ഓക്കെ, അടുത്ത ചോദ്യം. ദ ലിംഫോയിഡ് ഓർഗൻ വേർ all blood cells including lymphocytes are produced. എല്ലാ ബ്ലഡ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലിംഫോയിഡ് ഓർഗൻ ഏതാണ്? സ്പ്ലീൻ, തൈമസ്, ബോൺ മാരോ, പെയേഴ്സ്, പാച്ചസ്. എല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. അവസാനത്തെ ചോദ്യം ഹോംവർക്ക് ആയിട്ട് തരും. ഓക്കെ, അപ്പം ലിംഫോയിഡ് ഓർഗൻ വേർ ഓൾ ബ്ലഡ് സെൽസ് ഇൻക്ലൂഡിങ് ലിംഫോസൈറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാം വിൽ NTA properly translate the paper in all language in English. Yes, NTA will surely translate it well. Don't worry, NTA will do it well. Okay, don't worry, NTA will take care of that. Okay, yes, correct answer bone marrow ആണ്. Bone marrow ൽ വെച്ചിട്ടാണ് എല്ലാ ബ്ലഡ് സെൽസും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് simple question, direct question. The exaggerated response of immune system to certain antigens in the environment is called. അതായത് ചില ഫോറിൻ ഫാക്ടേഴ്സിനെ പ്രോപ്പർലി അസുഖം വരുത്തുന്നവരൊന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് കാണുമ്പോഴേ ഓവറാക്കും. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവറാക്കൽ ഓർ ദ എക്സാജറേറ്റഡ് റെസ്പോൺസിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ദ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടുവേർഡ്സ് സർട്ടൻ ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ എൻവയോൺമെന്റ്, വിച്ച് ഇസ് നോൺ as immunization, which is known as allergy, which is known as vaccination, which is known as none of these. ഏതാണ് ആൻസർ വരിക? ഓവറാക്കൽ is known as, overaccal of the immune system is known as, യെസ്, വെരി ഗുഡ്, അതിനാണ് അലർജി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. റിഫർ ടു ദ ഗിവൻ ഫിഗർ ഷോയിങ് സ്ട്രക്ചേഴ്സ് ഓഫ് ആൻ ആൻറ്റിബോഡി. ഓക്കെ, in the figure some parts are labeled as P, Q, R and S. Identify the part which binds antigen. P, Q, R, S ലേബൽ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് P. ഓക്കെ, ഇതിനെയാണ് അവർ P എന്ന് വിളിക്കുന്നത്, ഇതിനെയാണ് Q എന്ന് വിളിക്കുന്നത്, ഇതിനെയാണ് R എന്ന് വിളിക്കുന്നത്, ആൻഡ് ഇതിനെയാണ് S എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഐഡൻറ്റിഫൈ ദ പാർട്ട് വിച്ച് ബൈൻഡ്സ് വിത്ത് ആൻറ്റിജൻ. ഇതിൽ ആൻറ്റിജനുമായി ബൈൻഡ് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആൻറ്റിജനുമായി ബൈൻഡ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഈ ആൻറ്റിജനുമായി ബൈൻഡ് ചെയ്യുന്ന പാർട്ട് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. ദ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഇസ് ആക്ച്വലി P, വിച്ച് ഇസ് ഓപ്ഷൻ ബി. വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യം, എവല്യൂഷന് കുറച്ച് ചോദ്യം കൂടി, 2 ചോദ്യം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. Name the types of natural selection as depicted in images 1, 2 and 3. Select the correct option. ഏത് സെലക്ഷൻ? 2 പീക്ക് ഫോം ചെയ്യുന്നു, ഒരു ഡയറക്ഷനിലേക്ക് പീക്ക് പോകുന്നു, സെൻട്രലുള്ള പീക്ക് ഇങ്ങനെ ഹയർ ആൻഡ് നാരോവർ ആവുന്നു. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ സ്റ്റെബിലൈസിങ് ആൻഡ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കും 1, 2, 3, വിച്ച് ഇസ് ഫസ്റ്റ് വൺ, വിച്ച് ഇസ് സെക്കൻഡ് വൺ, വിച്ച് ഇസ് തേർഡ് വൺ. ഐഡൻറ്റിഫൈ ചെയ്തോളൂ. ഐഡൻറ്റിഫൈ ചെയ്തോളൂ. Please identify. Ma'am, I'm not able to understand. Oh my God, South. Actually, I'm speaking in Malayalam. This is our regional language, okay? This is Malayalam. It's okay for you, South, because you can read all the questions, okay? Sometimes I'm speaking in English also. I can't completely speak in English because there are students from all languages and most of the students are from Kerala who used to speak in Malayalam. Their regional language is Malayalam, but I respect all the students and all the regional languages
So there is an option for you. You can actually read the question. The question is in English. Okay. You just read the question. You just read the options. The questions and options are in English, and you just try to find out which is the right answer. And after the discussion of each question, I am actually labeling the correct answer. No. So you don't want to bother about my communication, another blah blah things. You just focus on the question, you just read the options and find out the answer, and after that I will be marking the correct answer. Okay, you focus on that, like don't get distracted with the language. Okay, so sorry for that. Okay, fine. Okay, South, sorry for that, but like this is our regional language, I have to speak in this. Okay. So this is a message to South. Yeah, അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് which is this, ഇത് ഏതാണ്? Stabilizing, directionലേക്ക് പോകുന്ന directional, and this one is disruptive. Okay, so stabilizing, directional and disruptive, that is option B. Good, fine. So next question, match the following. Australopithecus, Homo habilis, Homo erectus, Neanderthal man. Oldest member of genus Homo, Java man, cave painting, and Lucy. Okay, how can we match? How can we match? Australopithecus africanus. അവരുടെ ഒരു ഫോസിലാണ്. Australopithecus africanusന്റെ ഫോസിലാണ് ലൂസി. ഓക്കെ. Homo habilis, oldest member of the genus Homo. Homo erectus, Java man. Neanderthal man, cave painting. Okay, so the right answer is option B. Anyone of you got? Ma'am, I will learn. Okay, fine. Nice. Yes, it's nice language. Malayalam, you can try learning. Okay, I will also try learning your language. Fine. Okay. Yes, 4, 1, 2, 3. That is option B. Okay, appam adutha chodye. Okay, baki remaining questions from human health and disease. HIV that causes AIDS first starts destroying. HIV ഇതിലെ ഏത് സെല്ലുകളെയാണ് ഡിസ്ട്രോയ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക? ല്യൂക്കോസൈറ്റ്സ്, ഹെൽപ്പർ ടി സെൽസ്, ത്രോംബോസൈറ്റ്സ്, ബി ലിംഫോസൈറ്റ്സ്. Okay, HIV that causes AIDS first starts destroying leukocytes, helper T cells, thrombocytes and B lymphocytes. Helper T cells, yes, the right answer is option B. Good, good, good. Next question, match the following. Contact inhibition, benign tumor, malignant tumor, metastasis. Okay, അടുത്തത് consists of neoplastic cells, property of normal cells to inhibit uncontrolled growth of other cells, property of cancerous cells to form new tumor at distant sites, remain confined to original location. Remains confined to original location. So contact inhibition, benign tumor, malignant tumor and metastasis. Neoplastic cell, property of normal cell to inhibit uncontrolled growth of other cells, property of cancerous cells to form new tumor at distant sites, remains confined to original location. അതായത് ഒറിജിനേറ്റ് ചെയ്ത ലൊക്കേഷനിൽ അവിടെ കൺഫൈൻഡ് ആയിട്ട് ഇരിക്കാനുള്ള പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്തെന്ന് പറയുക, അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ട്യൂമറിനാണ് ബിനൈൻ ട്യൂമർ എന്ന് പറയുക. ഡിസ്റ്റൻസ് സൈറ്റ്സിൽ പുതിയ ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മെറ്റാസ്റ്റാസിസ് എന്ന് പറയും. പ്രോപ്പർട്ടി ഓഫ് നോർമൽ സെൽസ്, അതായത് നോർമൽ സെൽസ് അൺകൺട്രോൾഡ് ഡിവിഷൻ നടത്താണ്ട് മറ്റ് സെൽസുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ അവിടെ അങ്ങനെ തന്നെ ബാക്കി ഡിവിഷൻ നടത്താണ്ടിരിക്കുന്നത് കോൺടാക്ട് ഇൻഹിബിഷൻ. നിയോപ്ലാസ്റ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാലിഗ്നന്റ് ട്യൂമേഴ്സിനാണ് എന്താ നിയോപ്ലാസ്റ്റിക് സെൽസ് അതുള്ളത്. അത് ക്യാൻസറസ് സെൽസ് ഉള്ളത് മാലിഗ്നന്റ് ട്യൂമറിലാണ്, മെറ്റാസ്റ്റാസിസ് നടക്കാനുള്ള സെൽസ് ഉള്ളത്. റൈറ്റ്? യെസ്. നോക്കട്ടെ, 2413 ആണോ നോക്കട്ടെ. ബിഫോർ ദാറ്റ് ലെറ്റ് മീ റീഡ് ദറ്റ് കമൻറ്റ്. മാം, ഐ ഹാവ് നോട്ട് സീൻ എനി ടീച്ചർ ലൈക്ക് യു ഇൻ മൈ PW class. Thank you. Sure. Sure, South. I will surely play and I will surely, I'm really wishing you. Okay, take care. Study well, fine. Okay. Appam you are telling it is 2413. Okay, 2 2 2 2 2 4
1 3. Okay, so 2 4 1 3, that is option C. Okay, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Next question, again biopsy, radiography, computed tomography and MRI. ഇവിടെ 3-dimensional image using X-rays, histopathological study, use of strong magnetic fields and non-ionizing radiations, use of X-rays. So just match. ഇത് ഓൾറെഡി നമ്മൾ എപ്പോഴും കഴിഞ്ഞ നമ്മൾ ലൈക്ക് ഫസ്റ്റ് നീറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മാച്ച് ചെയ്തോളൂ. ബയോപ്സിയിൽ നമ്മൾ ആ ടിഷ്യൂ ആ ലൈക്ക് ആ ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡിയാണ് നടത്തുക. എന്ന് വെച്ചാൽ ആ സെൽസിനെയാണ് അനലൈസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ബയോപ്സി ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി, റേഡിയോഗ്രഫി എക്സ്റേ ആണ്, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി ഒരു മിനിറ്റ് ചെറിയ മിസ്റ്റേക്ക്, യൂസ് ഓഫ് എക്സ്റേസ് റേഡിയോഗ്രഫി, MRIയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുക, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി CT സ്കാനിലാണ് 3-dimensional ഇമേജ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താ പറയുക 2 4 1 2 4 1 3, right? 2 4 1 3 2 4 1 3, that is again 2 4 1 3, that is option B. Okay മക്കളെ, അപ്പോൾ അടുത്ത ചോദ്യേ. യെസ്, ഇതാ ഈ സ്ട്രക്ചർ കൃത്യമായിട്ടൊന്ന് നോക്കൂ. വിച്ച് ഇസ് ദ സ്ട്രക്ചർ? ഈ സ്ട്രക്ചർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മോർഫിൻ, കൊക്കെയിൻ, കനാബിനോയിഡ്, നൺ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് ഈ സ്ട്രക്ചർ? ഇതിൽ ആരാണ്? മോർഫിൻ ആണോ, കൊക്കെയിൻ ആണോ, കനാബിനോയിഡ് ആണോ? നിങ്ങൾ സ്ട്രക്ചേഴ്സ് പഠിക്കണം, മോർഫിൻ്റെ സ്ട്രക്ചറും പഠിക്കണം. ഓക്കെ സൗത്ത്, യു ഓൾസോ ടേക്ക് കെയർ ആൻഡ് സ്റ്റേബിൾ, ഫൈൻ. സോ യെസ്, ഇതേതാണ്? ഓപ്ഷൻ എ ആണോ? മോർഫിൻ ആണോ ഇത്? ഒന്നുകൂടെ നോക്കിക്കേ. യെസ്, കനാബിനോയിഡ് ആണ്. മോർഫിൻ്റെ സ്ട്രക്ചർ അപ്പോൾ അറിയത്തില്ല, കനാബിനോയിഡിൻ്റെ സ്ട്രക്ചറും അറിയത്തില്ല. രണ്ടും ഒന്ന് ഫുൾ വരച്ചൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി. കനാബിനോയിഡിൻ്റെ ആണ് ഇങ്ങനെ നീണ്ട് ചെയിൻ പോലെ ക്ലോസ് അല്ലാതിരിക്കുന്നത്, മോർഫിൻ്റെ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കുന്നത്. അടുത്തത് മാച്ച് ഫോളോയിങ്: സ്മാക്ക്, കൊക്കെയിൻ, ദത്തൂര, മോർഫിൻ. ഇപ്പോഴത്തെ ഹാലൂസിനേഷൻ, ഡിപ്രസന്റ്, പെയിൻ കില്ലർ, സ്റ്റിമുലന്റ്. മാച്ച് ഫോളോയിങ്. ഓക്കെ, ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 1. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ല, യെസ്, ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വി ഹാവ് 1 more ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തോളൂ, അടുത്ത് നമുക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ സ്മാക്ക്, കൊക്കെയിൻ, ദത്തൂര, മോർഫിൻ. ഹാലൂസിനേഷൻ, ഡിപ്രസന്റ്, പെയിൻ കില്ലർ, സ്റ്റിമുലന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം മോർഫിനെ പെയിൻ കില്ലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അത് മാത്രം ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എങ്ങാനും കിട്ടിയാലോ, D3 വെച്ച് കിട്ടിയാലോ? യെസ്, എനിക്ക് ചുമ്മാ തോന്നിയതാണ്, ഇത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്, എനിക്ക് മുന്നേ അറിയാവായിട്ടല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ D3 മാത്രം വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നു, നോക്കാം. ഓക്കെ, സ്മാക്ക് എന്താ? ഡിപ്രസന്റ്. കൊക്കെയിൻ സ്റ്റിമുലന്റ് ആണ്. ദത്തൂര ഹാലൂസിനേഷൻ. ഓക്കെ, 2 4 1 3 ആണോ നോക്കട്ടെ? യെസ്, 2 4 1 3, റൈറ്റ്. So next question, and this is the last question. So ഇത് നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. This is a homework question. ഇപ്പോൾ ആൻസർ ചെയ്യേണ്ട, ആഫ്റ്റർ ദ ലൈവ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അത് ബേസ് ചെയ്തിട്ട് ഞാനത് കറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മാത്സ് ഫോളോയിങ്: അഡോളസൻസ്, അഡിക്ഷൻ, സ്മോക്കിംഗ്, വിഡ്രോവൽ സിൻഡ്രം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ഓറൽ ക്യാൻസർ, അബ്രപ്റ്റ് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് regular course of drug, linking childhood and adulthood, psychological euphoria associated with the drugs. Okay, psychological euphoria associated drugs യൂസ് ചെയ്യുമ്പോൾ സൈക്കോളജിക്കലി നമുക്ക് ഭയങ്കര ഫീലിംഗ് ഓഫ് വെൽബീയിങ്, ലൈക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നതിന് ഇതിലെന്താണ് പറയുക? ഓറൽ ക്യാൻസറുമായിട്ട് ഇതിൽ ആരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലിങ്കിങ് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡിനെയും അഡൾട്ട്ഹുഡിനെയും ലിങ്ക് ചെയ്യുന്ന ഫേസ് ഏതാണ്? ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് റെഗുലർ യൂസ് ഓഫ് ഡ്രഗ് ആണ്. റെഗുലർ യൂസ് ഓഫ് ഡ്രഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് നമ്മളിൽ എന്താണ് പറയുക? ഓക്കെ, സിമ്പിളാണ്, എനിക്കറിയാം ഇപ്പം തന്നെ ആൻസർ ചെയ്യുന്നത്, പക്ഷെ പറയാൻ നിൽക്കണ്ട. ഓക്കെ, ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, അത് ബേസ് ചെയ്തിട്ട് ഒന്ന് ആൻസർ ചെയ്തേക്കുക. സോ മക്കളെ, ഇറ്റ്സ് 1:15 മുമ്പ് തീർക്കും എന്നാണ് പറഞ്ഞത്, 1:15 ആയിട്ടില്ല.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കാനായി എന്നറിയാം. നമ്മൾ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിവേ ഓൾമോസ്റ്റ് കറക്റ്റ് ഒരു മാസം കൂടിയാണല്ലേ നമ്മൾക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്, റീ-നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ളത്. ഇനി വീണ്ടും നമ്മൾ പഴയ കാര്യം പറഞ്ഞ് വിഷമിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട, അത് തീർന്നു. ഇനി മുൻപോട്ടേക്കുള്ളത് മാത്രം, പഴയതൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണെങ്കിലും റീ-നീറ്റ് എക്സാം ഉണ്ട്, ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മൾ മാക്സിമം ഇൻറ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം. സോ താങ്ക് യു, ബൈ, ടേക്ക് കെയർ. അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ട്ടോ, ടേക്ക് കെയർ, സീ യു.